നമ്മുടെ ദൈവവചനത്തിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത ഏത് കാലഘട്ടത്തിലുമുള്ള ഏത് മനുഷ്യനോടും അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കിങ്ങനെ ഒരു സബ്ജക്റ്റ്, സൃഷ്ടിയും സൃഷ്ടാവും. സൃഷ്ടാവ് ആ ഒരു പദത്തോട് വിയോജിപ്പ് കാണിക്കുന്ന ഒരു ലോകം. ഈ പദം എത്ര അർത്ഥവത്തും സത്യസന്ധവും അനുഭവേദ്യവുമാണ് എന്ന് തിരിച്ചറിയുന്നതിന് ദൈവം നമുക്ക് കൂടുതൽ അവസരങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രധാനമായും ചിന്തിച്ചത് ചരിത്രത്തിൽ ഇടപെടുന്ന ഒരു ദൈവം എന്നൊരാശയമാണ്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ധാരണ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തിലാണ് ഈ ഒരു ആശയം പ്രസക്തമായി. എനിക്കൊരു സുഹൃത്തുണ്ട്, അത് ഒരു ലിറ്റററി ക്രിട്ടിക്കാണ്, സാഹിത്യ നിരൂപകനാണ്, മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഉള്ള ഒരാളാണ്. എന്നാൽ അദ്ദേഹം വിശ്വാസിയല്ല, എത്തിസ്റ്റും അല്ല, ഒരു അഗ്നോസ്റ്റിക്കാണ്. ഒട്ടേറെ കാര്യങ്ങൾ അത് ഇന്നലെയും അദ്ദേഹം സംസാരിക്കും. വളരെ പ്രസിദ്ധനായ ഒരു മനുഷ്യനാണ്. ഇവര് എപ്പോഴും പൊതുവിൽ പറയുന്നൊരു കാര്യം, മതം അത് ദോഷകരമാണ് മനുഷ്യൻ. ആ ഒരു ജനറലൈസ് ചെയ്യുന്നു ഒരു പ്രയോഗം തന്നെ തെറ്റായിരിക്കുന്നു. നമുക്ക് രാഷ്ട്രീയം അത് തെറ്റാണെന്ന് ഒരാൾ പറയില്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് ഏത് രാഷ്ട്രീയം തെറ്റാണ് സ്പെസിഫൈ ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ബദലും പറയണം. എന്താണ് അതിനുള്ള ബദൽ, അതിനുള്ള അതല്ലെങ്കിൽ പിന്നെ എന്ത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് പറയണം. അവിടെയാണ് ക്രിസ്ത്യാനിറ്റി വ്യത്യസ്തമായിരിക്കുന്നത്. കാരണം ഇതൊരു മതം പോലെയല്ല ഇതിന്റെ ആവിഷ്കരണം. അതുകൊണ്ട് തന്നെ നമ്മൾ വിഭിന്നമായി എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാതെ, മതം എന്നൊരൊറ്റ പദത്തിൽ കാര്യമായി പഠിക്കാതെ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ലോകത്താണ്, അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ഒരു നരേഷനിലൂടെയാണ് കാര്യങ്ങൾ പറയുന്നത്. അവരെ അത് കൺവിൻസ് ചെയ്യിക്കാൻ വലിയ പാടാണ്, കാരണം മുൻവിധിയിലൂടെയാണ് മുമ്പോട്ട് വരുന്നത്. ഇവിടെയാണ് സൃഷ്ടാവ് എന്നൊരു പദം, ക്രിയേറ്റർ, ആ പദത്തിന് ഒരർത്ഥം വരുന്നത്. മലയാളത്തിൽ ദൈവം എന്നൊരു പദമാണ്. ദൈവം, അതായത് ഈ ദൈവം എന്നൊരു പദം ഹീബ്രുവിൽ നമ്മൾ കാണുന്നത്, പഴയ നിയമത്തിൽ കാണുന്ന പദം യഹോവയാണ്. യഹോവ എന്ന് പറയാൻ പറ്റില്ല, യാഹുവേ എന്നൊരു പദം. എന്താണ് ഈ ദൈവം? ദൈവത്തിന് ഒരു നിർവചനം പറയും എന്ന് പറഞ്ഞാല് നമ്മൾ പലപ്പോഴും പറയുന്ന ആട്രിബ്യൂട്ട്സ് ആണ് ദൈവത്തിന്റെ, ഗുണങ്ങളാണ്. സർവശക്തൻ, സർവജ്ഞാനി എന്നൊക്കെയുള്ളത് അത് ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് ആണ്. നമുക്ക് വേണ്ടത് ദൈവം എന്നാൽ എന്ത് എന്ന് ചോദിക്കാൻ. ആ നിർവചനം പറയേണ്ടി വരുന്നത് ഒരു വലിയ ചോദ്യത്തെ ഇതിനുള്ള ഉത്തരവാണ്. സകലത്തിനും ഒരു സൃഷ്ടാവ് വേണ്ടേ, ഒരു ഡിസൈനർ വേണ്ടേ എന്നൊരു ചോദ്യം മുമ്പോട്ട് വെച്ചാൽ മറുപടിയായി പറയുന്ന കാര്യം, അപ്പൊ ദൈവത്തിനും ഒരു സൃഷ്ടാവ് വേണ്ടേ. ഒരു വിജയശില്പി ശ്രീലാളിതനെ പോലെയാണ് ഈ കാര്യം ചോദിക്കുന്നത്. നമ്മൾ തറ പറ്റിയിരിക്കും. സകലത്തിനും ഒരു സൃഷ്ടാവ് വേണമെങ്കിൽ ദൈവത്തിനൊരു സൃഷ്ടാവ് വേണ്ടേ? ആ ചോദ്യം നമ്മൾ പലപ്പോഴും ആളുകളിൽ നിന്ന് കരുതുന്നുണ്ട്. സത്യത്തിൽ ആ ചോദ്യം നമ്മളിലും ഉണ്ടായിരുന്നു ബാല്യത്തിൽ. ആ ചോദ്യം ഇല്ലാത്തൊരു മനുഷ്യരില്ല. ദൈവം എങ്ങനെ ഉണ്ടായി നമ്മൾ അമ്മയോട് എത്രയോ വട്ടം ചോദിച്ചു, അപ്പനോട് എത്രയോ വട്ടം ചോദിച്ചു. അത് ചോദിക്കുമ്പോൾ വഴക്ക് പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ പറയരുത് കുഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി. ഉത്തരം നമുക്കുണ്ടായില്ല. ആ ചോദ്യം ഒരു യുക്തിയാണ്, ആ ചോദ്യത്തെ ഫേസ് ചെയ്തേ പറ്റും. പക്ഷെ ദൈവത്തെക്കുറിച്ചുള്ള നിർവചനത്തിൽ അതെല്ലാം മാറും. കാരണം സൃഷ്ടിയല്ലാത്തവനെയാണ് ദൈവം എന്ന് പറയുന്നത്, അല്ലെ ദൈവമാവില്ല. കാരണം ഒരു ഇടപെടൽ കൊണ്ട് രൂപവൽക്കരിക്കപ്പെടാത്ത ഒരുവനെ, റീസൺ ഓഫ് എവരിത്തിങ് ആണ്, എല്ലാത്തിന്റെയും കാരണഭൂതനാണ്. അപ്പോ ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ കാര്യങ്ങളുടെ കാരണത്തിന് കാരണം ആവശ്യമില്ല, കാരണത്തിനൊരു കാരണം വേണ്ട. റീസൺ ഓഫ് റീസൺ ആണ് ദൈവം. അപ്പോ അത് അങ്ങനെ ഇരിക്കാൻ ഒരാൾക്കേ കഴിയും. ആ ഒരു ഏകത്വം എന്നൊരു ആശയത്തിലേക്ക് നമ്മൾ ത്രിയേകത്വമൊക്കെ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അവിടെയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ദൈവത്തിന് ടൈം, രണ്ട് സ്പേസ്, മൂന്ന് മാറ്റർ, ഇവ മൂന്നും ബാധകമല്ല എന്നുള്ളതാണ്. ടൈം ബാധകമല്ല, സ്പേസ് ബാധകമല്ല, മാറ്റർ ബാധകമല്ല. മനുഷ്യനാകട്ടെ ഇത് മൂന്നും ബാധകമാണ്. സകല ജീവജാലങ്ങൾക്കും ടൈമും സ്പേസും മാറ്ററും ബാധകമാണ്.
എന്നാൽ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള പഠനത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം ടൈം ബാധകമല്ല, സ്പേസ് ബാധകമല്ല, മാറ്റർ ബാധകമല്ല. എന്താ കാര്യം? ഇപ്പോഴ് നമ്മള് പല രാജ്യങ്ങളിൽ നിന്ന് ഇതിന്റെ ഭാഗമാകുന്ന മനുഷ്യരാണ്. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, നമ്മളെല്ലാം കൂടെ ഒരിടത്താണെന്ന് കൂട്ടുക. നിങ്ങളിങ്ങനെ കേരളത്തിൽ കോട്ടയത്ത് വന്നു, നിങ്ങൾ കോട്ടയത്ത് ഒരു യോഗം നടത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എന്റെ സാന്നിധ്യം ഇവിടെ അയക്കണമേ, അങ്ങ് ഇവിടെ വരണമേ എന്ന് പറഞ്ഞാൽ കർത്താവ് പറയില്ല ഞാനിപ്പോ അറ്റ്ലാന്റയിലാണ്, കോട്ടയത്തേക്ക് ഞാൻ അടുത്ത ആഴ്ച വരുന്നുണ്ട്, അപ്പൊ അവിടെ ഇറങ്ങാം, അങ്ങനെ പറയില്ല. അല്ല ഞാൻ വടക്കേന്ത്യയിലാണ്, ഇങ്ങനെ പറയില്ല. പക്ഷെ മനുഷ്യന് ഇത് പറയും. കാരണം നമുക്ക് സ്ഥലം ബാധിക്കുന്നു. സ്ഥലം ബാധിക്കുന്നത് കൊണ്ട് ആ സ്ഥലത്ത് നിന്ന് ഇവിടെ എത്തണമെങ്കിൽ കാലം ബാധിക്കും. എത്താൻ ഞാൻ എന്നൊരു മനുഷ്യനുണ്ട്, അതുകൊണ്ട് അത് എന്റെ യാത്രയെ ബാധിക്കുന്നു. മാറ്റർ എന്നെ ബാധിക്കുന്നു. കുടിക്കുന്ന വെള്ളം എന്നെ ബാധിക്കുന്നു. ദോഷകരമായോ ഗുണകരമായോ ബാധിക്കും. മലയാളത്തിൽ വളരെ മനോഹരമായ പദപ്രയോഗമുണ്ട്, ഗതിഭേദങ്ങളുടെ ആച്ഛാദനമില്ലാത്ത. ഞാൻ ആ പരിഭാഷ കുറിച്ച് അത്ഭുതപ്പെട്ടു. നല്ല വിവരമുള്ള ഒരു മനുഷ്യന്റെ പരിഭാഷയാണ്. ഗതിഭേദങ്ങളുടെ ആച്ഛാദനമില്ല, അവന് ഗതിഭേദങ്ങളുടെ ആച്ഛാദനം. ടൈം സ്പേസും മാറ്ററും ഒന്നും ആളിനെ ബാധിക്കില്ല. അതാണ് ദൈവം. ഇവിടെയാണ് ഈ ആൾ ദൈവങ്ങൾ പ്രസക്തരാകുന്ന നമ്മുടെ ചർച്ചയിൽ പ്രസക്തരാകുന്ന ഒരു ഘട്ടം. ആൾ ദൈവങ്ങളെ അതെങ്ങനെയാ? ആൾ ദൈവങ്ങള് അവരെ വെറുപ്പോടൊന്നും പറയില്ല കേട്ടോ. ഞാന് നിങ്ങളെക്കാൾ അധികം ആൾ ദൈവങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണ്, ബഹുമാനിക്കുന്ന ഒരാളൂടെ. കാരണം പലപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് ഇത്തരം ആളുകളോട് മുൻവിധി, എന്തോ ഒരു കുഴപ്പക്കാരാന്നൊക്കെ ഒരു ധാരണയുണ്ട്. അവരുടെ പേരൊന്നും നമുക്ക് പറയണ്ട, കാരണം ഇത് പൊതുവിൽ ആളുകൾ കാണേണ്ടതാണ്. പൊതുവിൽ ആളുകൾ കാണേണ്ട ഇടത്ത് ഉപയോഗിക്കേണ്ട വലിയ പക്വതയുണ്ട് പ്രശ്നങ്ങളിലുമൊക്കെ. അപ്പൊ അത് അവരെ ബഹുമാനിക്കേണ്ടതാണ്. അവരിത്തിരി സോഷ്യൽ ഇഷ്യൂസിലൊക്കെ ഇടപെടുന്ന മനുഷ്യരാണ്. എനിക്കവരുള്ള സ്നേഹം ഇത്രേ ഉള്ളൂ, കുറഞ്ഞ പക്ഷെ അവരൊരു മനുഷ്യരാണ്. അതുകൊണ്ടാണ് ഈ ഉണ്ടാക്കി വെച്ച വരച്ചു വെച്ച വികൃത രൂപങ്ങളെക്കാൾ എത്രയോ നല്ലതാണ് ആ ജീവനുള്ള മനുഷ്യൻ. അത്രേ ഉള്ളൂ. വരച്ചു വെച്ച രൂപങ്ങളെക്കാൾ നല്ലത് ഈ മനുഷ്യർ തന്നെയാണ്. അതാണ്. കാരണം അവർക്ക് വായുണ്ട്, സംസാരിക്കുന്നു, ചെവി കേൾക്കുന്നു, നമ്മോട് ഇടപെടുന്നു, സംസാരിക്കുന്നു. അതുകൊണ്ട് അവരോട് സ്നേഹം. അതാണ്. അതൊരു ശരാശരി മനുഷ്യൻ അർഹിക്കുന്ന കാര്യമാണ്. വിയോജിപ്പ് അവനുള്ളത്, വെറുപ്പല്ല, വിയോജിപ്പ്. ആ വിയോജിപ്പിൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണാം, ഇവരൊരിക്കലും ദൈവമാണെന്ന് പറയില്ല. അത് വളരെ സൂക്ഷ്മതയോടെ അവിടെ ഇങ്ങനെ നിൽക്കും. അത് നമുക്ക്, ഞാൻ ഇസ്ലാമിക് ഡിബേറ്റിൽ പലപ്പോഴും ഒരു വിഷയം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതില് അവരുടെ പ്രോഫറ്റാണോ നീ എന്ന് ചോദിക്കുന്ന ഇടത്തൊക്കെ അദ്ദേഹം പറയും ഞാനൊരു താക്കീതുകാരൻ മാത്രമാണ്, ജസ്റ്റ് എന്റെ ജോലി ഒരു പോസ്റ്റ്മാന്റേതാണ്, എനിക്കതിൽ കഴിയുമ്പോഴില്ല. അത് നമ്മളും അങ്ങനെ ഒരു പദം പറയാറുണ്ട്, ഞാനിവിടെ നിൽക്കുന്നു എന്നേ ഉള്ളൂ, ദൈവമാണ് എന്നിലൂടെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പറയും. അത് ഒരു പരിധി വരെ അതിലൊരു തെറ്റുമുണ്ട്. കാരണം ഞാൻ എന്നൊരു ദുർബലനായ മനുഷ്യനവിടെ നിൽക്കുമ്പോൾ ദൈവം എന്നിലൂടെ സംസാരിക്കുന്നു, ഞാനിവിടെ ഒരു മൈക്ക് മാത്രമാണെന്ന് പറഞ്ഞു വിട്ടാൽ ഞാൻ പറയുന്ന അതുപോലത്തെ ചിന്തയായിരിക്കണം, ദൈവശബ്ദം പോലെ തന്നെ ഉണ്ടാകണം. അത് എത്രത്തോളം എന്നുള്ളതാണ്, അതവിടെ നിൽക്കട്ടെ. എന്നാൽ ഇദ്ദേഹത്തോട് മിറക്കിൾസ് പെർഫോം ചെയ്യാൻ പറയുമ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് ഞാനൊരു താക്കീതുകാരനാണ്. ഈ ക്രിറ്റിസിസം ഇല്ല എങ്കിൽ അദ്ദേഹം വലിയൊരു മനുഷ്യരായിട്ട് സ്വയം ആക്ട് ചെയ്യും. ഞാൻ വലിയ സംഭവമാണ്, എല്ലാവരും എന്നെ ബഹുമാനിക്കണം, ബഹുമാനിച്ചില്ലേ തല കളഞ്ഞേക്കണം, കൈ വെട്ടിക്കളഞ്ഞേക്കണം, തല വെട്ടിക്കളഞ്ഞേക്കണം. ഇങ്ങനെയാണ് ഈ അക്രമമല്ല ഈ രാജ്യത്ത് നടക്കുന്നത്. അപ്പോ ഭക്തര് ഇത്തരം ആളുകളെ കാണുന്നൊരു രീതിയുണ്ട്, സമൂഹം കാണുന്നൊരു രീതി. അപ്പൊ നമുക്ക് പറയാം നിങ്ങൾ ദൈവം ആയിക്കോ, എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ 3 പരീക്ഷണങ്ങളുടെ കടമ്പ കിടക്കണം. എന്താ അത്? ഒന്ന്, നിങ്ങളെ ടൈം ബാധിക്കരുത്. 2, സ്പേസ് ബാധിക്കരുത്, മാറ്റർ ബാധിക്കണം. ഇല്ലേ പിന്നെ എനിക്ക് നിങ്ങളെ അംഗീകരിക്കാൻ, നിങ്ങളെ ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ അംഗീകരിക്കാൻ ഒരു പാടുമില്ല, ഒരു പ്രയാസമില്ല. അതാണ് ദൈവം. ടൈം ബാധിക്കാത്ത, സ്പേസ് ബാധിക്കാത്ത, മാറ്റർ ബാധിക്കാത്ത ഒരാളാണെങ്കിൽ യു ആർ ഗോഡ്. സംശയം ഒന്നുമില്ല, അതിനകത്തൊരു സംശയിക്കണ്ട. നിങ്ങളെ മാറ്റർ ബാധിക്കുന്നില്ല, നിങ്ങൾക്ക് പ്രായം വർദ്ധിക്കുന്നില്ലേ, നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച കുറയുന്നില്ല, നിങ്ങൾ ദൈവമാണ്. മൊത്തം വേണം, എല്ലാ യോഗ്യതയും വേണം. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ന്യൂയോർക്കിൽ എത്താൻ പറ്റുന്നോ? ന്യൂയോർക്കിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗുജറാത്തിൽ എത്താൻ പറ്റുന്നു? ഗുജറാത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ചന്ദ്രനിൽ എത്താൻ പറ്റുന്നു? ഒരേ സമയത്ത് നിങ്ങളുടെ സാന്നിധ്യം സ്ഥല ഇടത്ത് ഒരുപോലെ കാണിക്കാൻ സാധിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവം തന്നെയാണ്. സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. അത് പറ്റുമോ? മനുഷ്യൻ പറയുന്നതല്ലാതെ ഒരിക്കലും ഉണ്ടാവില്ല. മിസ്റ്റിക്കൽ അനുഭവങ്ങളുണ്ടോ മനുഷ്യർ? ഒറ്റപ്പെട്ട അനുഭവങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്, ഓരോ സ്ഥലങ്ങളിൽ ചെന്ന അനുഭവങ്ങൾ. അപ്പൊ സർവശക്തി ഇതുപോലെ തന്നെയാണ്. അപ്പോ ഇത് ടൈം ബാധിക്കാത്ത, സ്പേസ് ബാധിക്കാത്ത, മാറ്റർ ബാധിക്കാത്ത ആളാകണം ദൈവം. അത് നമുക്ക് തർക്കമില്ല. അപ്പൊ നമുക്ക് ഇവിടെ ചോദ്യം വരും, ഈ ടൈമും സ്പേസും മാറ്ററും ബാധിക്കാത്തവനാണ് ദൈവമെങ്കിൽ യേശുക്രിസ്തു ദൈവമാണോ?
എന്നൊരു ചോദ്യം നമ്മൾ പലപ്പോഴും അഭികരിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും പറഞ്ഞല്ലോ. ഇപ്പൊ തന്നെ ആള് ദൈവങ്ങളിലേക്ക് വീണ്ടും വരാം. ഇപ്പൊ ഇവര് ഐക്യരാഷ്ട്രസഭയിലൊക്കെ വരും. ഐക്യരാഷ്ട്രസഭ വന്നിട്ട് അവിടേക്ക് വരുന്ന എങ്ങനെയാ? ഇവരാരും തന്നെ പ്രത്യക്ഷപ്പെടുകയല്ല. നമ്മൾ ഈ വരുന്ന പോലെ തന്നെ തിരുവനന്തപുരത്ത് ചെന്ന് അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി വന്ന് എമിഗ്രേഷൻ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് കൃത്യമായിട്ട് എന്താ പറയുക, ഫ്ലൈറ്റ് കയറി അവിടെ വരിക. അവിടെ ചെല്ലുമ്പോൾ അതിലും വലിയ ചെക്കിനെല്ലാം കഴിഞ്ഞ് തന്നെയാണ് വരുന്നത്. ഞാൻ വരുന്ന പോലെ തന്നെ ഈ ദൈവവും വരുന്നത്. ആൾ ദൈവവും ഞാനും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് ഇച്ചിരി വേഗത കൂടും. മനസ്സിലായില്ലേ? ഇച്ചിരി വേഗത കൂടാൻ കാരണം നമ്മുടെ പാസ്പോർട്ടിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് നോട്ട് റിക്വയർഡ് ആണ്. പണ്ട് ഡിഗ്രി വേണമായിരുന്നു, ഇപ്പൊ SLC മതി ഇന്ത്യയിൽ. ഈ ദൈവങ്ങളാരും തന്നെ SLC പാസ്സല്ല. അതൊരു സത്യമാണ്, പറയാതിരിക്കാൻ തരല്ല. അതവരെ കൊച്ചാക്കി പറഞ്ഞതുമല്ല, ചെറുതാക്കി പറഞ്ഞല്ല. അവർക്ക് ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. ഒരു ദീർഘവീക്ഷണം, അതായത് SLC അവർ എഴുതിയ ജയിക്കുകയില്ല എന്നൊരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 3-ാം ക്ലാസ്സിലെ പണി നിർത്തി. അതൊരു വെളിപ്പാടാണ്. അത് ദിവ്യദൃഷ്ടിയിൽ അവർക്ക് മനസ്സിലായി. അവിടെ വരെ ഞാൻ ചെല്ലുകയില്ല, അവിടെ നേരത്തെ നിർത്തിയാൽ നന്നായി എന്ന് പറഞ്ഞ് ഇതൊന്നും എഴുതിയാൽ ജയിക്കില്ല എന്നുള്ള അറിവുകൊണ്ട് ഒരു 2-3-ാം ക്ലാസ് കൊണ്ട് പണി നിർത്തിയതുകൊണ്ട് ഈ പാസ്പോർട്ടിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ടാവും, ECR ഇമിഗ്രേഷൻ ക്ലിയറൻസ് റിക്വയർഡ്. പഴയ പാസ്പോർട്ടൊക്കെ നമുക്ക് നമ്മുടെ സൗകര്യങ്ങളുടെ ഒക്കെ നോക്കി കാണാൻ പറ്റും. ECR ഇമിഗ്രേഷൻ ക്ലിയറൻസ് റിക്വയർഡ്. ഇപ്പൊ അതില്ല, ക്ലോസ് എടുത്ത് അല്ല, അവർക്ക് അതുകൊണ്ട് കേട്ടോ. ECNR ഇല്ലാത്ത നോട്ട് റിക്വയർഡ് ഇപ്പൊ എഴുതാറില്ല. നോട്ട് റിക്വയർഡ് മീൻസ് നമുക്ക് മറ്റുള്ളവർക്ക് ആവശ്യമില്ല. ഇപ്പൊ ദൈവങ്ങൾ ഇവിടെ വന്നിട്ട് വേറെ ചാനൽ വഴി വന്ന് ഭയങ്കര സെക്യൂരിറ്റി ചെക്കിനും എല്ലാം കഴിഞ്ഞ് വിശകലനങ്ങൾ കഴിഞ്ഞേ പുറത്തോട്ട് വിടുള്ളൂ. അത് മറ്റുള്ളവരുടെ പ്രാണനെ ബാധിക്കുന്നു. അപ്പൊ നമ്മള് പരിഹാസങ്ങൾക്കപ്പുറത്ത് ഇതിലൊരു ആശയം കിടപ്പുണ്ട്. എന്താണ് ആശയം? ഇനി ഇങ്ങനെയുള്ള ദൈവങ്ങൾ എന്നൊക്കെ ഇവർക്ക് ദ്വിഭാഷയില്ലാതെ, ട്രാൻസ്ലേറ്റർ ഇല്ലാതെ പറയാൻ പറ്റില്ല. കാരണം ഒരു ഭാഷ തന്നെ കഷ്ടിച്ചറിയത്തുള്ളൂ. സർവജ്ഞാനിക്കതല്ല, അത് എല്ലാം അറിയാൻ പറ്റണം, എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റണം. ഒരാൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇയാൾക്ക് മനസ്സിലാകാൻ പറ്റണം, തിരിച്ചും പറയാൻ പറ്റണം. എല്ലാ രൂപത്തിലും ഇങ്ങനെയാണ്. ഞാനൊരു സൂത്രം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ ആമുഖത്തിൽ ഒരു അറബി പാടിക്കൊണ്ട് തുടങ്ങുന്നത്? അപ്പൊ ദൈവത്തോട് അറബി, ഞങ്ങളോടെല്ലാം മലയാളം അല്ലെ ഇംഗ്ലീഷ്, എന്താണ് പറയുന്നത്? അപ്പൊ ദൈവം ഒരു അറേബ്യൻ ദേശത്തിന്റെ പരിമിതിയിൽ നിൽക്കുമ്പോൾ അറബി മാത്രമേ അറിയത്തുള്ളൂ. അതിന്റെ കാരണം ദൈവം അങ്ങനെയല്ല. ഏത് ഭാഷയും മനസ്സിലാകണം, ഏത് ശബ്ദവും മനസ്സിലാകണം, ഏത് ഒരു ഗസ്റ്റർ പോലും മനസ്സിലാകണം ദൈവത്തിന്. അത് ട്രാൻസ്ലേറ്റർ ആവശ്യമില്ല. ഇയാൾ എന്ത് പറയുന്നതെന്ന് ദൈവത്തിന് ഒരാൾ ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. നമ്മളോട് ചോദിക്കും, ചിലപ്പോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി, നീ എന്താണ് പറയുന്നത് നമ്മോട് തന്നെ ചോദിക്കും. അതിന്റെ കാരണം എന്താ? അറിയില്ലാഞ്ഞിട്ടല്ല, നമ്മളിൽ നിന്ന് അതൊരിക്കൽ കൂടി കേൾക്കണം. നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കുന്നത്, ആഗ്രഹം അറിയുന്നവൻ ചോദിക്കുന്നത് നമ്മിൽ നിന്ന് ഒരിക്കൽ കൂടെ കേൾക്കാനാണ്. അപ്പം സർവജ്ഞാനിത്വത്തിന്റെ തകർച്ചയല്ലത്. എന്നാൽ ഈ ദൈവങ്ങളല്ല ഇങ്ങനെ മറ്റൊരു രാജ്യത്തിൽ ഇല്ലെന്നോ, അവിടുത്തെ ഭാഷ അറിയില്ല, അവിടുത്തെ രീതി അറിയില്ല അവർക്ക്. ഞാനിത് അറിയാം. ഇതേ കാര്യം ഒരാൾ ചോദിക്കുക, ഇയാൾ ഇത്രയൊക്കെ പറഞ്ഞല്ലോ, നിങ്ങളുടെ യേശുക്രിസ്തുവിന് ഇതൊക്കെ ബാധകമല്ല. ഈ യേശുക്രിസ്തുവിന് സർവജ്ഞാനിത്വം ഒരു പ്രശ്നമായി മാറുന്നില്ല. കാരണം യേശു ഏത് ഭാഷയിൽ സംസാരിക്കും. കാരണം കോടതി വിചാരണയിലൊക്കെ യേശുവിന്റെ ഭാഷ ലാറ്റിനാണ് അല്ലെങ്കിൽ ഗ്രീക്കാണ്. അത് മിക്സ് ചെയ്തൊരു ഭാഷയാണ്. കാരണം പീലാത്തോസിന് അറിയാവുന്ന ഭാഷയാണ് യേശുവിന് അറിയാം. പീലാത്തോസ് റോമക്കാരനാണ്, അദ്ദേഹം യഹൂദനല്ല. അതായത് ചോദിക്കുന്നുണ്ട്, ഞാൻ യഹൂദനല്ലല്ലോ, നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ മതാചാര പ്രകാരം വിധിക്ക് കൊണ്ടുപോകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ അവിടുത്തെ ആ ഡയലോഗുകൾ, ആ ചർച്ചകൾ മുഴുവൻ ആരാമിക്കോ ഹീബ്രു അല്ല. അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ കർത്താവ് ഇതൊക്കെ സംസാരിക്കുന്നുണ്ട്. തെളിവുകളിലേക്കൊക്കെ പോകാം ആവശ്യമില്ല. അപ്പോ ബാക്കിയൊക്കെ ബാധകമാണോ? ടൈം ബാധിച്ചോ യേശുവിനെ? യെസ്, യേശുവിനെ ടൈം ബാധിച്ചു. അതാ 33 വയസ്സെന്ന് പറയുന്നത്. സ്പേസ് ബാധിച്ചോ? ബാധിച്ചു. അതിന്റെ തെളിവാണ് അവിടുന്ന് ഈ പാലസ്തീനിയെ വിട്ട് പുറത്തു പോയില്ല. അതാണ്, അതിനപ്പുറത്തോട്ട് പോയില്ല, എങ്ങും പോയില്ല. അപ്പോ അടുത്തത് മാറ്റർ ബാധിച്ചോ? ബാധിച്ചെന്ന് അതല്ലേ ക്രൂശുഭരണവും ആണിയടിച്ചപ്പോ കരയുന്നതും അല്ലെങ്കിൽ ഭക്ഷണം ഇല്ലാതിരുന്നപ്പോ അത്തിയെ നോക്കി ശപിക്കുന്നതും ഒക്കെ അതിന്റെ തെളിവുകളാണ്. അപ്പൊ ഒരു ചോദ്യം, അപ്പൊ യേശുവിനെ ഇത് ബാധിച്ചെങ്കിൽ യേശു ദൈവമാണോ? യേശു ദൈവമാണ്. അതെങ്ങനെ അങ്ങനെ ആകുന്നേ? പറയാം. അതായത് ഈ ടൈമും സ്പേസും മാറ്ററും ബാധകമാകാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ആകാത്ത ദൈവപുത്രൻ, ഇത് മൂന്നിനും വിധേയനാകുന്നതാണ് യേശുക്രിസ്തു. മനസ്സിലായല്ലോ? അതിന് മൂന്നിനും വേണ്ടി വഴങ്ങിക്കൊടുക്കുന്നതാണ് യേശുക്രിസ്തു. ആ വഴിയിലൂടെ ഒന്ന് ചരിക്കുന്നതാണ് യേശുക്രിസ്തു. അല്ലെങ്കിൽ യേശുവിന്റെ 33 വയസ്സെന്ന് പറഞ്ഞാൽ ദൈവപുത്രൻ ടൈമിന് വിധേയനായി, സ്പേസിന് വിധേയനായി, മാറ്ററിന് വിധേയനായി. അപ്പൊ സ്ഥലകാല സീമകൾക്ക് ദൈവപുത്രൻ വിധേയനായി ചുരുങ്ങി. അതിനു മുമ്പ് യേശു ഉണ്ടായിരുന്നു. നിതാന്ത നിത്യനായി ഇറ്റേണലായ ആ ദൈവപുത്രൻ തന്റെ ആ ദീർഘമായ പ്രവൃത്തിപഥത്തിൽ മനുഷ്യനായി താഴേക്ക് ഇറങ്ങിയപ്പോ ഇതെല്ലാം ബാധിച്ചു. അത് ബാധിച്ചോണ്ടാ കരഞ്ഞേ? അത് ബാധിച്ചതാണ് നമ്മൾ യേശുവിനെ മഹത്വവൽക്കരിച്ച് കാണുന്നതിന്റെ പിന്നിലെ കാരണം സൃഷ്ടാവ് എന്നുള്ളതല്ല.
സൃഷ്ടാവ് എന്നുള്ള നിലയിലല്ല നമ്മുടെ ഭക്തന്റെ ആരാധന എന്ന് പറയും. ഭക്തന്റെ ആരാധനയുടെ തലം അതിനും മീതെയാണ്, ഉയർന്നതാണ്. അതെന്താണെന്ന് ഞാൻ പറയാം. ഈ സകലത് സൃഷ്ടിച്ച ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നു എന്ന് ചുരുക്കി കാണരുത്. അതൊരു സത്യമാണ്. ജീവജാലങ്ങളും അത് ചെയ്യുന്നുണ്ട്, എല്ലാ ജീവജാലങ്ങളും ചെയ്യുന്നുണ്ട്. അത് ജീവജാലങ്ങൾ ഇതുവരെ അതിന് മാറ്റം വരുത്തിയിട്ടില്ല. മനുഷ്യരാണ് ഇതിലൊക്കെ മാറ്റം വരുത്തിയത്. ഇപ്പോ കുയിലും കന്നുകാലികളെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നതാണ്. സമുദ്രത്തിലെ സകല ജീവികളും ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ അത് നമ്മളെപ്പോലെ ഇങ്ങനെ സൂം മീറ്റിംഗ് ഒന്നും നടത്തുന്നില്ലെന്നുള്ളൂ, കൺവെൻഷൻ ഒന്നും നടത്തുന്നില്ല. അല്ലെങ്കിൽ കുമ്പനാട് വരുവോ മുളപ്പുഴ വരുവോ ഒന്നും ചെയ്യുന്നില്ല. വർഷാവർഷം നമ്മുടെ കൂട്ട് നമ്മളെപ്പോലെ അടി വെക്കുന്നില്ല, നമ്മളെപ്പോലെ സെന്റർ ഉണ്ടാക്കുന്നില്ല, നമ്മളെപ്പോലെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മളെക്കാൾ അന്തസ്സായിട്ട് ജീവജാലങ്ങളെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നത്. അത് മാറ്റം ഉണ്ടായിട്ടില്ല. അവയുടെ ആരാധനയ്ക്കും രീതിക്കൊന്നും വർഷങ്ങളായി മാറ്റമില്ല. അതെങ്ങനെയാ ഉണ്ടായ നാൾ മുതൽ നിങ്ങൾ ഡീസന്റ് ആണ്, ഒന്നും അവരോട് പറയേണ്ടി വന്നില്ല. അത് ഏകസത്യ ദൈവമാണ്. അത് ശബരിമലയ്ക്കും പോകുന്നില്ല, അത് പളനിക്കും പോകുന്നില്ല, അത് ശ്രീലങ്കയ്ക്കും പോകുന്നില്ല, എങ്ങും പോകുന്നില്ല. ദൈവത്തെ അത് കൃത്യം സ്തുതിക്കുന്നു. മതത്തിന്റെ പേര് തീവ്രവാദം ഉണ്ടാക്കുന്നില്ല, അടിയും വെക്കുന്നില്ല. ഏക സത്യ ദൈവത്തിൽ നിങ്ങൾ ആരാധിക്കുന്നു. നല്ല കാര്യമാണ്. അത് ജീവജാലങ്ങളെല്ലാം ആരാധിക്കുന്നു ദൈവത്തെ, ഒരു സംശയമില്ല. എന്നാലേ ഇപ്പുറത്ത് ഈ ജീവജാലങ്ങളും പ്രപഞ്ച നിയമങ്ങളും എല്ലാം നമ്മൾ എടുക്കണം. ഇവിടെ ഇത് വെച്ചാണോ നമ്മൾ ഇന്ന് ഇവിടെ കൂടി നമ്മൾ ഈ ആരാധിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ ചർച്ചയിൽ പോകുന്നത്? നമ്മൾ ആ ജീവജാലങ്ങൾ ആരാധിക്കുന്നവരെ ആരാധിച്ചാൽ പോരെ? അല്ലെങ്കിൽ ഇത്ര അഗ്രസീവായിട്ട് നമ്മൾ ആത്മീയതയെ കാണുന്നത് എപ്പോഴാണ്? അതിനൊരു കാരണമാണ്. ഇത് നമ്മുടെ കേവലം സൃഷ്ടാവെന്നുള്ളൊരു ബഹുമാനമല്ല. വേറൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരുമിച്ച് കൂടുന്നു, പ്രായമുള്ള മനുഷ്യരോട് നമുക്കൊരു ബഹുമാനമാണ്. പ്രായമുള്ള മനുഷ്യരോട്, വിദ്യാസമ്പന്നരോട്, ദൈവദാസന്മാരോട്, ചർച്ച് ലീഡേഴ്സിനോട് അത് വേണം, അത് ആവശ്യമാണ്. എന്നാൽ അതിനപ്പുറത്ത് നമുക്ക് കുറെ കൂടി ഇന്റിമസി വരുന്ന ആരോടാണ്? നമ്മുടെ മാതാപിതാക്കളോടും നമ്മുടെ മക്കളോടുമുള്ള ആ കുടുംബത്തിലെ ബന്ധത്തിന് കുറെ കൂടി വരുന്നു. അപ്പോൾ നമ്മൾ സൃഷ്ടാവ് എന്നതിനപ്പുറത്തേക്ക് ഈ സ്നേഹപരത, സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നത് ആ റിലേഷൻഷിപ്പിനാണ്. സൃഷ്ടാവ് എന്നുള്ളൊരു പദവിയാണെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ അനുഭവിക്കുന്ന, ഞാൻ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന എൻ്റെ ആത്മബന്ധമാണ്. അപ്പൊ ഭക്തൻ രണ്ടാം തലത്തിലെത്തുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തി. സൃഷ്ടാവായിക്കോട്ടെ, സൃഷ്ടാവായി എന്നുള്ളത് കേവല ബഹുമാനത്തിനപ്പുറത്ത് അതിനർത്ഥമില്ല. നിങ്ങളൊരു ഓഫീസിലേക്ക് ഇല്ലെന്ന് സെക്യൂരിറ്റി നിങ്ങളെ സല്യൂട്ട് ചെയ്യും. ആ സല്യൂട്ടിനപ്പുറത്ത്, അല്ലെങ്കിൽ ഒരു മേലുദ്യോഗസ്ഥനെ താഴെയുള്ള ഒരാൾ വണങ്ങുന്നു, ആ വണക്കത്തിനപ്പുറത്ത് ഈ മനുഷ്യനെ ഏറ്റവും അടുത്ത ആളായി കാണുന്ന ഹൃദയബന്ധത്തെയാണ് നമ്മൾ ആസ്വദിക്കുന്നത്. ദൈവപുത്രനെ നമ്മൾ ആരാധിക്കുന്നതിന്റെ കാരണം ദൈവപുത്രനായിരുന്നു എന്നുള്ളതല്ല, ദൈവപുത്രൻ മനുഷ്യപുത്രനായി താഴേക്കിറങ്ങി. മനുഷ്യപുത്രനായി താഴേക്കിറങ്ങുമ്പോഴാണ് നമ്മൾ അത് എൻജോയ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നു. ഈ അതിഥി കൂടുതൽ ഫുഡ് കഴിക്കുമ്പോഴാണ് നമുക്ക് താല്പര്യം വരുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ചൊക്കെ കയ്യിലേക്ക് കഴിക്കാനൊന്നും പറ്റിയല്ല, പക്ഷെ അതെല്ലാം കഴിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു തൃപ്തിയുണ്ട്. നമ്മൾ ആ ചായ അതേപടി കുടിക്കണം. പുള്ളി ഒത്തിരി ചായ കുടിച്ച് കാണും, പക്ഷെ നമ്മൾ ആ കൊടുത്ത ചായ മൊത്തം കുടിച്ചു. ആ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ആൾ പറയില്ലേ, കണ്ടോ ആ ഭക്ഷണം എല്ലാം അദ്ദേഹം കഴിച്ചു. നമ്മൾ അദ്ദേഹത്തെക്കാൾ വലിയ തൃപ്തി അനുഭവിക്കുകയാണ്. ആ കൊടുക്കുന്നവന്റെ തൃപ്തി വലുതാണ്. അയാൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല, പക്ഷെ അതെല്ലാം കഴിച്ചു. അപ്പൊ അത് നമ്മൾ കൊടുത്തതൊക്കെ കൈപ്പറ്റി എന്നുള്ളത് നമുക്കൊരു തൃപ്തി, അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അപ്പൊ അത് നമ്മൾ കൊടുത്തത് ഒരു സ്ഥാപനത്തിന്റെ ഉടമയ്ക്കല്ല, മറിച്ച് അയാൾ കഴിച്ച് എവിടുന്നാന്നറിയണ്ടേ? ബന്ധമുള്ള ഒരിടത്തു നിന്നാണ് കഴിച്ചത്, അല്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല. ബന്ധമുള്ളത് കൊണ്ടാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഹോട്ടൽ ഫുഡ് വലിയ പ്രയാസമാണ്. നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ വലിയ പാടാണ്. അപ്പൊ ചില വീട്ടിലോട്ട് നമ്മൾ വരുന്ന വഴിക്ക് വിളിച്ചു പറയും, ഞാനല്ലേ വരുന്നുണ്ടല്ലോ, ഇപ്പൊ ആഹാരം കിട്ടിയാൽ കൊള്ളാം, മടിയില്ലാതെ പറയും. വേണ്ടപ്പെട്ടവരുണ്ടല്ലോ, ദൈവമക്കളുള്ള വീട്ടിലാണ്, അല്ലാതെ ബ്ലഡ് റിലേഷൻസിന്റെ വീട്ടിലല്ല. ദൈവമക്കൾ പറഞ്ഞാൽ അതിനെന്താ, ഇലവാ, ഒരു ചപ്പാത്തി കഴിച്ചാൽ പോലെ ഇലവാ. രണ്ട് കാര്യമാണ്. നമുക്ക് ശുദ്ധിയുള്ള ഭക്ഷണം കിട്ടുന്നു, അവർക്കതൊരു ബേഡനല്ല. അങ്ങനെ ഇഷ്ടമുള്ള മനുഷ്യരുണ്ട്. അപ്പം നമ്മൾ കഴിക്കുന്ന നമുക്കും തൃപ്തി, അവർക്കും തൃപ്തി. അത് വേണമെങ്കിൽ പറയുന്നതിന് പ്രശ്നമില്ല. അപ്പൊ ഇത് കഴിക്കുന്നവർക്കും കൊടുക്കുന്നത് തെറ്റിരുന്നത് എന്താ? ഇന്റിമസി. എല്ലാവരോടും ഞാൻ പറയില്ലല്ലോ, അല്ലെ നിങ്ങൾ പറയില്ലല്ലോ, അതുവഴി വരുന്നു എന്ന് എല്ലാവരോടും പറയില്ലല്ലോ. ആ സ്നേഹബന്ധമാണ്. അപ്പൊ ഈ സ്നേഹബന്ധത്തിന്റെ ഒരു കാരണം, ഒരു വലിയ മനുഷ്യൻ അല്ലെ ഒരു വലിയ വ്യക്തിത്വം താഴേക്കിറങ്ങുമ്പോഴാണ് നമുക്ക് സ്നേഹം വർദ്ധിക്കുന്നത്. നമ്മൾ ഓപ്പൺ ആകുന്നു അവിടെയാണ്. നമ്മൾ ഫ്രീ ടു ടോക്ക്. അവിടെ വരുന്ന അയാൾ ഫ്രീ ടു ടോക്ക് ആകുന്നു, അത്ര ഫ്രീ ആകുന്നു. ഇതാണ് നമ്മുടെ പ്രയർ, ഇതാണ് നമ്മുടെ ആത്മബന്ധം. കർത്താവായ യേശുവിനോടുള്ള നമ്മുടെ ആത്മബന്ധത്തിന്റെ അടിസ്ഥാനം എന്താ? ഞാൻ പറയും, ലോകത്തെ എന്തും പറയാവുന്ന ആൾ യേശുവാണ്. യേശുവിനോട് എന്ത് രഹസ്യവും പറയാം, നമുക്ക് എന്തും പറയാന്ന്, എന്തും എന്ത് യേശുവിനോട് പറയാം. കാരണം എന്താണ്? കാരണം എൻ്റെ ജീവിതത്തിലെ മുഴുവൻ വിഷമവും രഹസ്യവും ഭാരവും
സന്തോഷവും ദുഃഖവും പരിഭവവും ഒക്കെ പറയാൻ പറ്റിയ ആൾ ദൈവമാണ്, ദൈവപുത്രനാണ്. കാരണം താഴേക്ക് വന്നു എന്ന് പറയുമ്പോൾ ചിലരെ മാത്രമേ ഈ ദൈവത്തെ എൻജോയ് ചെയ്യുന്നുള്ളൂ, എല്ലാവരും ചെയ്യുന്നില്ല. ഞാൻ പറയും, വളരെ എൻജോയ് ചെയ്ത ഒരാളാണ് നമ്മുടെ യോന. നിങ്ങളത് എങ്ങനെ എടുക്കുമെന്നറിയില്ല. ദൈവത്തിന്റെ ആ ബന്ധം വളരെ എൻജോയ് ചെയ്തു. എന്താ കാര്യം? ചിലപ്പോൾ വളരെ കടുകട്ടിയായ ഒരു മാനേജറുടെ അടുത്തേ, അല്ലെങ്കിൽ ഒരു നമ്മുടെ ബോസിന്റെ അടുത്ത് ചിലർ കണ്ടില്ലേ ചൂടാകുന്ന കണ്ടിട്ട് തിരിച്ച് അയാൾ ഒരു വാക്ക് പറഞ്ഞാൽ ട്രിമേറ്റ് ചെയ്യും. അയാൾ ഒരു വാക്ക് കൊണ്ട് ഈ മനുഷ്യനെ അവിടെ സസ്പെൻഡ് ചെയ്യാം, എടുത്ത് കളയാം, ഈ സ്ഥാപനത്തിൽ നിന്നേ കളയാം. പക്ഷെ ചിലർ എന്നിട്ട് ആ മനുഷ്യനോട് ചൂടാവും. സാർ, നിങ്ങൾ ചെയ്ത ശരിയൊന്നുമല്ല, എനിക്ക് പറ്റില്ല, ഇത് തന്നെ പറയാം. എന്താ കാര്യം എന്നറിയണ്ടേ? നമ്മൾ അമ്പരം നിൽക്കുകയാണ്. ഈ മനുഷ്യൻ എന്തുകൊണ്ട് ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന ഇയാളുടെ അടുത്ത് ഈ പെൺകുട്ടി, ഈ മോള് ഒരു നേഴ്സാവള്, പക്ഷെ ആ സ്ഥാപനത്തിലെ മെയിൻ ആളിനോട് എന്നിട്ട് ഭയങ്കരമായിട്ട് തർക്കുത്തരം പറയുമ്പോഴും അവളെ പിരിച്ചുവിടുന്നില്ല. എന്താ ഇതിന്റെ കാരണം? അല്ലെ, അവനെ പിരിച്ചുവിടുന്നില്ല. ചിലരെങ്ങനെയാണ്, ചിലര് ഒരു വാണ്ടഡ് ക്യാരക്ടറായിട്ട് ആ സ്ഥാപനത്തിൽ മാറുന്നു. എങ്ങനെയാണത്? അതിന്റെ കാരണം ഇത്രേ ഉള്ളൂ, നമ്മൾ അറിയാത്തൊരു ആത്മബന്ധം അവർ തമ്മിലുണ്ട്, അല്ലെ ശുഭിതരാൻ പറ്റില്ല. അതുകൊണ്ട് യോനയോട് ദൈവം മര്യാദയ്ക്ക് ചോദിക്കും, എടാ കുഞ്ഞെ, നീ നട്ടുണ്ടാക്കാത്ത ആവണം, നിനക്ക് അതിനകത്ത് ഒരു ചെലവും വന്നിട്ട്, നീ സത്യത്തിലൊന്ന് ആലോചിച്ച്, നീ കോപിക്കുന്നത് ശരിയാണ്. നമ്മളാണെങ്കിൽ പറയും, കർത്താവേ അത് പറ്റിപ്പോയി, ഞാൻ കോപിച്ചു, വിട്, ക്ഷമിക്കും, കുഞ്ഞു പോകോ. ഇതേ കർത്താവ് പറയത്തുള്ളൂ, കൊല്ലത്തൊന്നുമില്ല. യോന അവിടെ തിരിഞ്ഞു നിന്നിട്ട് പറയാ, ഞാൻ കോപിക്കുന്ന വിഹിതം തന്നെ, ഞാൻ ഇനിയും കോപിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ പുസ്തകം തീരുന്നേ. ഞാൻ ഇനിയും ചൂടാകുന്നു. ദൈവത്തോടായി പറയാൻ തുറക്കണം, സർവശക്തനോട് പറയാ, ഞാൻ ഇനിയും ചൂടാകും. അപ്പൊ ഞാനതിലൂടെ യോന എന്ന മനുഷ്യന്റെ കുറവല്ല, അയാളും ദൈവവും തമ്മിലുള്ള ആഴമേറിയ ബന്ധമാക്കാണ്. നമ്മുടെയും പ്രാർത്ഥനയിൽ ഇങ്ങനെ ആയിരിക്കണമെന്നേ, ദൈവത്തോട് ഇടയ്ക്കൊക്കെ ചൂടാകണം. ഇടയ്ക്ക് നമുക്ക് പറയാനുള്ള അല്ലേ, ഇവിടെ പോയി പറയും ഇതൊക്കെ. ആ ബന്ധം കൊണ്ടാണെന്നത്, ആത്മബന്ധം കൊണ്ട്. എന്റെ കർത്താവ്, ഇത് ഞാൻ അങ്ങനെ പോകുന്നൊക്കെ പറയുന്ന ശാഠ്യം അങ്ങനെ കാണിക്കുന്ന ഒരു കുഞ്ഞിൽ, ആ കുഞ്ഞിനോട് അപ്പനും അമ്മയ്ക്കൊക്കെ എന്ത് ഇഷ്ടമാണ്. നമ്മളെ ചില ശാഠ്യങ്ങൾ, ദുശാഠ്യങ്ങൾ അത് സാധിച്ചു കൊടുക്കുമ്പോൾ കുഞ്ഞനുഭവിക്കുന്ന ഒരു തൃപ്തി. നമ്മുടെ സ്വർഗത്തിലെ അപ്പനും ഇതുപോലൊക്കെ തന്നെയാണ്. ഇപ്പൊ കുടുംബബന്ധത്തിന്റെ ഉന്നതിയിലേക്കുള്ള വളർച്ചയാണ് സത്യത്തിൽ വേണ്ടത്. സൃഷ്ടി എന്ന നിലയിലെ ആ ദൈവത്തിന്റെ വലിപ്പം, അവിടുത്തെ മഹത്വം, എന്റെ ബന്ധത്തിന്റെ ആഴം കുറയ്ക്കുന്ന ആ തോന്നല്, നമുക്കതിനെ ചുരുക്കി യേശു ക്രിസ്തുവിലേക്ക് അടുത്ത് വരുമ്പോഴേക്ക് നമ്മുടെ ആ ബന്ധം ഒന്ന് തീവ്രമാകും. എത്ര സന്തോഷകരമാണ്. അതില് ഞാൻ കണ്ട ഒരു അനുഭവം എന്ന് പറയും, അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. നമ്മുടെ സ്നാപകന്റെ ഒരു പ്രസംഗമാണ്. സ്നാപകൻ അനുഭവിച്ചു പോകുന്നൊരു വിശുദ്ധിയുടെ തീവ്രത അറിയാമല്ലോ. അദ്ദേഹം ജീവിച്ചു പോകുന്ന ഒരു തീവ്രമായ വിശുദ്ധി. അദ്ദേഹം നിഷ്കളങ്കമായ ഒരു ജീവിതത്തിന്റെ ഉടമയാണ്. കാർക്കശ്യമുള്ള അച്ചടക്കമുള്ള ഒരു ജീവിതത്തിന്റെ കൂടി ഉടമയാണ്. നിഷ്കളങ്കതയും അച്ചടക്കവും എല്ലാം കൂടി ഒരുവനിൽ വന്ന് സന്നിവേശിക്കുക എളുപ്പമല്ല. അദ്ദേഹം ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ് ധരിച്ചു, അരയിൽ തോൽവാറ് ധരിച്ചു. പാപികളായ മനുഷ്യരോടൊരു ബന്ധമില്ല. അല്ലെങ്കിൽ നമ്മുടെ ഒരു കർത്തൃവേശയ്ക്ക് മുമ്പ് നമ്മൾ എടുക്കുന്ന ഒരു 10 മിനിറ്റ് നേരത്തെ ആ ഒരു വിശുദ്ധി, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു മുൻകരുതലുണ്ട്. ആ 10 മിനിറ്റ് നമ്മൾ വിശുദ്ധരാന്ന് നടത്തിലല്ല പറഞ്ഞത്, അതിന് മുമ്പ് ഒരു മുൻകരുതലുണ്ട്. ആ മാനസികമായ ഒരു ഇതുണ്ടല്ലോ, ഏറ്റു പറയാനൊക്കെ ഒരു വ്യഗ്രതയുണ്ടല്ലോ. അങ്ങനെ ഒരാൾ ആജീവനാന്തം ജീവിച്ചാൽ അതാണ് സ്നാപകൻ എന്ന് പറയുന്നത്. അതിൽ ചെറിയ ഏറ്റക്കുറച്ചിലുണ്ടായേക്കാം മനുഷ്യന നിലയിൽ. എന്നാൽ നമ്മൾ തിരുമേശയോടെടുക്കുമ്പോൾ കാണുന്ന ആ ശുദ്ധീകരണ പ്രക്രിയയുടെ ഉയർന്ന നിലവാരമാണ് സ്നാപകന്റെ ജീവിതം എന്ന് പറയുന്നത്. അദ്ദേഹം ശുദ്ധിയില്ലാത്ത മനുഷ്യരോട് കണക്ഷൻ ഇല്ല. അദ്ദേഹം ഇതുപോലെ ജീവിക്കുന്ന കുറെ മനുഷ്യരുടെ ഇടയിലാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിന് ടൗൺ പാർക്കുന്ന പരിഷ്കാരികളുമായി ബന്ധമില്ല. അവർ കൊടുക്കുന്ന ആഹാരം കൈപ്പറ്റുന്നില്ല. അദ്ദേഹം ഒട്ടകരോമങ്ങൾ ഉടുപ്പാണ്, അരയിൽ തോൽവാറ് ധരിക്കുന്നു. യേശു കർത്താവ് പോലും അങ്കി ധരിക്കുന്ന ഒരു കാലമാണ്. ആ വിലപിടിപ്പുള്ള അങ്കി ആയതുകൊണ്ടാകണം ചീട്ടിടുന്നത്. പക്ഷെ ഒട്ടകരോമങ്ങളുള്ള ഉടുപ്പാണ്, അരയിൽ തോൽവാറാണ്. വെട്ടുക്കിളിയും കാട്ടുതേനുമാണ് ഭക്ഷണം. പ്രകൃതിയോട് ഇണങ്ങിയാണ് ജീവിക്കുന്നത്. വഴിപാടുകൾ വാങ്ങുന്നില്ല, നമ്മൾ കൊടുക്കുന്ന ഒന്നും കൈപ്പറ്റാതെ മാറി നിൽക്കുന്ന യോഹന്നാൻ. പക്ഷെ യോഹന്നാനെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരാൾ വരുന്നു. ഇതൊക്കെ ചെയ്യുന്ന ഒരുവനെ നോക്കുകയാണ് യോഹന്നാൻ. അതായത് ഈ തെറ്റുകാരന്റെ വീട്ടിലെ ഫുഡ് പോയി കഴിക്കുന്ന, അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു സ്ത്രീയെ കാണുമ്പോൾ അവളെ കെട്ടിപ്പുണരുന്ന, അതല്ലെങ്കിൽ ഒരു കുഷ്ഠരോഗി രോഗമെല്ലാം കാണുന്ന അശുദ്ധിയുടെ രോഗത്തെ അത് തന്റെ കൈകൊണ്ട് ഇങ്ങനെ ഒപ്പിയെടുക്കുന്ന ഒരുത്തനെ കണ്ടിട്ട് പറയാണ്, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അകലം വർദ്ധിക്കുകയാണ്. നമ്മൾ ദൈവത്തിലേക്ക് വന്നിട്ട് നിന്റെ അരികിൽ വരാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അകലം വർദ്ധിക്കുകയാണ്. പക്ഷേ ആ ക്രിസ്തുവിനോട് ഒട്ടി നിൽക്കുന്ന യോഹന്നാനെ കണ്ടോ, പത്രോസിനെ കണ്ടോ? അതാണ് പൊതുനിയമം. അതാണ് പൊതുനിയമത്തിന്റെ സൗന്ദര്യം എന്തെന്ന് പറഞ്ഞാൽ, നമ്മിലേക്ക് ചുരുങ്ങുന്ന ദൈവം, സൃഷ്ടാവ് നമ്മിലേക്ക് ചുരുങ്ങുന്നു. നമ്മിലേക്ക് ഞാൻ ഓർക്കുന്ന ഒരു വസ്തുതയുണ്ട്. നമ്മുടെ
അപ്പോ ഇംഗ്ലണ്ടിലെയും അമേരിക്കയിലെയും കലാലയങ്ങൾ തിയോളജി ബൈബിള് പഠിപ്പിക്കാൻ ആരംഭിച്ച സ്ഥാപനങ്ങളാണ് പിന്നെ ശാസ്ത്രത്തിന് വഴിമാറിയത്. അത് നിങ്ങൾക്കറിയാമല്ലോ, എന്നെക്കാൾ നിങ്ങൾക്കതറിയാം. കലാലയങ്ങളിലെല്ലാം തിയോളജി മിക്കവാറും ഒക്കെ ഉണ്ട്. അപ്പോൾ തിയോളജിയുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു കുട്ടി, പണ്ട് ഒരു ക്ലാസ് മസ്റ്റായിട്ട് ഇത് പഠിക്കണം, അങ്ങനെയായിരുന്നു. ആ ഒരു കുട്ടിക്ക് വലിയ വാചാലതയില്ല, അയാൾക്ക് വലിയ ബുദ്ധിയില്ല, അറിവും ഒന്നും ഇല്ലാത്തൊരു ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ. അപ്പോ അയാൾ ഇങ്ങനെ എസ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു പോർഷൻ അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ എസ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പിക്ക് കിട്ടി. അപ്പൊ പലരും ഇതേപ്പറ്റി എഴുതാൻ ഇങ്ങനെ ഇരിക്കവേ കുട്ടികൾ വാരി വലിച്ചെഴുതി കാനാവിലെ കല്യാണമാണ് ചർച്ചാ വിഷയം, അതേപ്പറ്റി എഴുതാൻ. അപ്പൊ ഇങ്ങനെ ഇരുന്ന് ഇയാൾ ഈ പേരയും കൊണ്ട് കുറെ നേരം ഇരുന്നിരുന്ന് അവസാനം ഒന്നും എഴുതാനില്ല. അപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ അരികിലൂടെ ഈ പേപ്പർ കളക്ട് ചെയ്യുന്ന മാഡം, ആ മിസ് വന്നു. അപ്പോഴേക്ക് അദ്ദേഹം എഴുതി, ഇത്ര മാത്രം എഴുതിയുള്ളൂ: വെള്ളം അവന്റെ സൃഷ്ടാവിനെ കണ്ടു, അപ്പോൾ അത് ചുവന്നു കൊടുത്തു. അത്രേ അതിലാകെയുള്ളൂ. വെള്ളം അവന്റെ സൃഷ്ടാവിനെ കണ്ടു, ആവശ്യകതയുടെ മുമ്പിൽ അവന് ചുവന്നു കൊടുക്കാതിരിക്കാനായില്ല. അപ്പോ പിന്നെ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നവൻ അങ്ങനെയാണ്. തക്ക കാലം എന്റെ പക്വതയുടെ കാലമല്ല, സൃഷ്ടാവിന്റെ ആവശ്യകതയുടെ കാലമാണ് എന്നൊക്കെ പറഞ്ഞ് ചുരുക്കം ചില ഡയലോഗ് അമ്പരന്ന് പോയി അത് വായിച്ചിട്ട്. കാരണം 3-4 പേജ് എസ്സേയേക്കാൾ വലുതായിരുന്നു ഈ ഒറ്റ വാക്കിന്റെ ആ ഗ്രാവിറ്റി. ഇതെന്താണ് കാരണം? വെള്ളം സൃഷ്ടാവിനെ കണ്ടപ്പോൾ ചുവന്നു കൊടുത്തു, അത്രേ അദ്ദേഹത്തിന് അത് കാണാൻ പറ്റുള്ളൂ. ബൈറൺ എന്ന ഒരു കവിയുടെ പിറവിയായിരുന്നു അവിടെ. ബൈറൺ, പാശ്ചാത്യ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ബൈറൺ, അവിടെ നിന്നാണ് ഒരു കവി എന്ന നിലയിലേക്ക് ഉയരുന്നത്. അപ്പോ ഈ സൃഷ്ടാവിനോട് സൃഷ്ടിക്കുണ്ടാകേണ്ട പ്രതികരണമാണ്. വെള്ളം എങ്ങനെ വീഞ്ഞായി മാറുമോ, ഇതുപോലെ സൃഷ്ടാവിന്റെ മുമ്പിൽ നമ്മൾ സ്വയമായി തീരുന്ന അവസ്ഥയാണ് നമ്മുടെ ആരാധന. നമുക്ക് സ്വയം മറ്റൊന്നായി തീരുകയാണ്. സൃഷ്ടാവിന് വേണ്ടി പ്യൂരിഫൈഡ് ആയിട്ടുള്ള വളരെ നല്ല ഒരാളായി തീരുക എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. നമ്മുടെ ആരാധന സൃഷ്ടാവ് എന്നുള്ള നിലയിലല്ല, പക്ഷെ ആ സൃഷ്ടാവ് എന്ന നിലയിൽ നിന്ന് നമ്മൾ നമ്മുടെ ദൈവത്തെ, അല്ലെ ദൈവം നമ്മളിലേക്ക് ചുരുങ്ങുകയും നമ്മൾ ദൈവത്തിലേക്ക് വളരുകയും ചെയ്യുന്ന ഇടയ്ക്കുള്ളൊരു കണ്ടുമുട്ടലാണ്. ഇടയ്ക്കുള്ളൊരു കണ്ടുമുട്ടൽ, രണ്ടിന്റെ ഇടയ്ക്കാണ് നമ്മുടെ സ്ഥാനം. സൃഷ്ടാവിന് നമ്മിലേക്ക് വരാൻ പറ്റി, നമുക്ക് സൃഷ്ടാവിലേക്ക് ഉയരാനും പറ്റി. അപ്പൊ ഇടയ്ക്ക് നിൽക്കുകയാണ് നമ്മൾ. അപ്പോൾ ഈ ഒരു അനുഭവമാണ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് മീറ്റിംഗ് ഉള്ളത്, നമ്മുടെ കൂട്ടായ്മയുള്ളത്, നമ്മുടെ സഹവർത്തിത്വമുള്ളത്. പോട്ടെ, അപ്പൊ നമുക്ക് നേരെ ഇനി ഉള്ളടക്കത്തിലേക്ക് കടക്കാം. ഇവിടെ ക്രിയേറ്റർ ഉണ്ടാകണം, സകലത്തിന് കാരണഭൂതനായ ഒരുവൻ ഉണ്ടാകും. അതെന്തുകൊണ്ട് രണ്ടുപേരുണ്ടായിക്കൂടാ? 2 പവർ അങ്ങനെ ഉണ്ടാകാൻ കഴിയാത്തതിന്റെ കാരണം അതിനുള്ള ഇടമില്ല. അതിനുള്ള ഇടമില്ല വെച്ചാൽ സർവശക്തനായവൻ, വ്യാപിയായവൻ, ഒന്നിപ്രസൻസ് എന്ന് പറയുന്ന പദം ഉണ്ടല്ലോ. സർവവ്യാപിയായവൻ സകല ഇടത്ത് നിൽക്കൊണ്ട് ഒരു സെയിം പവറിന് അവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല. സർവശക്തനായതുകൊണ്ട് ആ ശക്തിക്ക് തുല്യമായി മറ്റൊന്നും പറ്റില്ല. അത് തന്നെയാണ് പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും ഒരു സർവശക്തിയാണ്, ഒരു സർവജ്ഞാനിത്വമാണ്, ഒരു സർവ്വവ്യാപിത്വമാണ് അത് കുടികൊള്ളുന്നത്. അതിങ്ങനെ സർവ്വയിടത്തും നിൽക്കുന്നുണ്ട്. രണ്ട് വ്യത്യസ്ത പവറുകൾക്ക് നിൽക്കാൻ പറ്റില്ല. 2 വ്യത്യസ്ത സർവശക്തന്മാർ ഉണ്ടാകാൻ പറ്റും. ഇതാണ് മജൗസികളുടെ മതം, അല്ലെങ്കിൽ പേർഷ്യൻ മതത്തിലുമൊക്കെ 2 പവറാണ് കാണുന്നത്. ഒന്ന് നെഗറ്റീവായ കാര്യങ്ങൾക്ക് ഒരു ദേവൻ, 2 പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യാൻ നല്ലൊരു ദേവൻ. ഇങ്ങനെ 2 തരം ശക്തികൾ തമ്മിലുള്ള തുല്യവും വിപരീതവുമായ ഏറ്റുമുട്ടലുകളാണ് നമ്മൾ അവരുടെയൊക്കെ മതങ്ങളിൽ കാണുന്നത്. ആ മതങ്ങളിലെല്ലാം പ്രശ്നം അവിടെയാണ്. നമുക്ക് എതിരാളിയില്ലാത്തവണ്ണം സർവശക്തനായ ഒരുവൻ. എതിരാളി എന്ന് പറയുന്നത് പോലും സത്യത്തിൽ പിശാചിന് എതിരാളി എന്ന് പറയുന്ന പോലും എന്താണ്? പിശാചിന്റെ ശ്രമം മാത്രമാണ് ഒന്ന് എതിരാളി ആയിക്കൊള്ളാം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വേഗത്തിൽ വഴിയിലൂടെ പോകുന്ന ഒരു ടിപ്പർ, ആ ടിപ്പറിനെ നേരിടാൻ ഒരു ഓട്ടോറിക്ഷക്കാരൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അത് എത്രമാത്രം വിഫലമാണ്. ഇത് മാത്രമാണ് സാത്താൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എതിർ ക്രിസ്തു അവൻ ഭയങ്കര പുള്ളിയാണ്, അവനാരോ ആണ്, അല്ലെങ്കിൽ സാത്താന് തന്ത്രമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഓട്ടോ കൊണ്ട് ടിപ്പറിനെ നേരിടാൻ ശ്രമിക്കുന്നവന്റെ അവസ്ഥയാണ് സർവശക്തന്റെ മുമ്പില് പിശാചിനുള്ളത്. അത് മാത്രമേ ഉള്ളൂ. ഒരു അറ്റംപ്റ്റ് ആണ് അവൻ നടത്തുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതിവേഗത്തിൽ പോകുന്ന ഒരു വലിയ വാഹനത്തെ, അല്ലെ ട്രെയിനെ നേരിടാൻ വേണ്ടിയിട്ട്, വളരെ പവർഫുള്ളായ ഒരു ട്രെയിനെ നേരിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന് സമാനമായി ഓട്ടോറിക്ഷ കൊണ്ടുപോയാൽ എങ്ങനെ ഇരിക്കും? ഇത് മാത്രമാണ് പിശാച് ചെയ്യുന്നത്. അത്രേ അവന് പറ്റുള്ളൂ. അതിനവൻ തന്ത്രങ്ങളിലൂടെ ഇത് ശക്തി ഉണ്ട് എന്ന് ധ്വനിപ്പിക്കുകയാണ്. സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയായ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സൃഷ്ടാവിനെ ബൈബിൾ കൃത്യം വരച്ചു കാട്ടി. നമ്മളെ കഴിഞ്ഞ ചിന്ത അതായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ കണ്ടത് പ്രകൃതിയിലൂടെ ദൈവത്തെ മനസ്സിലാക്കുക. പ്രകൃതി ദൈവത്തിന്റെ കയ്യൊപ്പുകളാണ്. അപ്പൊ അതിൽ ഭൂമി ചരാചരങ്ങളിലുമെല്ലാം ദൈവം കുടികൊള്ളുന്നു എന്നുള്ളതിന്റെ, ദൈവ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതിന്റെ വലിയ തെളിവാണ് ഈ പ്രപഞ്ചത്തിന്റെ ആന്ത്രോപ്പിക് നേച്ചർ. ആന്ത്രോപ്പിക് നേച്ചർ എന്ന് പറഞ്ഞാൽ മനുഷ്യവാസത്തിനും ജീവജാലങ്ങളുടെ വാസത്തിനും ഹേതുവായ ഒരു പ്രകൃതമാണ് ഭൂമിക്ക് കാണുന്നത്, ആ പ്രപഞ്ചത്തിന് കാണുന്നത്.
ആന്ത്രോപ്പിക് നേച്ചറാണ്. അത് എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. എന്താണ് കാരണം? ഈ ഗ്രഹത്തില്, ഈ പ്ലാനറ്റില് മനുഷ്യന് വസിക്കാൻ പറ്റുന്നു. ആ മനുഷ്യ ജീവിതം തന്നെ എത്രയോ അർത്ഥവത്തായ ഒന്നാണെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരളവിൽ പറഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്ന എല്ലാം എന്താ പറയുക, ആ ക്രമത്തിന്റെ ഒരു തെളിവാണ്. ഉദാഹരണം, നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നു, കുളിക്കാൻ, കുടിക്കാൻ, ദൈനംദിന ജീവിതത്തിന് വെള്ളം ഉപയോഗിക്കുന്നു. ആക്ച്വലി ഈ വെള്ളം എന്ത് ചെയ്യുന്നു? മറ്റൊരു രൂപത്തിൽ അത് ഉപയോഗം കഴിഞ്ഞ് ആ വെള്ളം ഭൂമിയിൽ ഉണ്ടാകും. അത് അരിച്ചെടുത്തിട്ട് അത് വീണ്ടും ഏതെങ്കിലും ഉറവകളിൽ സംഭരിക്കപ്പെടും. അത് വീണ്ടും സമുദ്രത്തിലോ അല്ലെങ്കിൽ നദിയിലോ ഒക്കെ വന്നു ചേരുന്നു, കിണറ്റിലോ ഒക്കെ വന്നു ചേരുന്നു. അത് വീണ്ടും ബാഷ്പീകരിച്ച് നേരെ ഉയരത്തിലേക്ക് പോയി മേഘമായി കിടക്കുന്നു. അത് വീണ്ടും മഴയായി വരുന്നു. ആ ജലപരിവൃത്തി എന്ന് പറയുന്ന ആ സൈക്കിൾ ഉണ്ടല്ലോ, അത് എന്തിനു വേണ്ടിയാണ്? അത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനാണ്. ആ സൈക്കിൾ കൃത്യം ഇങ്ങനെ ആകുന്നത് പോലെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അത് കൃത്യം നിലനിൽക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് അർത്ഥസഹിതമായൊരു ലോകം നമ്മൾ ഇങ്ങനെ കണ്ടു? ഇനി മറ്റൊരു കാര്യം, ഭൂമിയുടെ ഭ്രമണം പോലും, ഭൂമിയുടെയും ചരാചരങ്ങളിലൊക്കെ ഭ്രമണം, അതൊരു മില്ലിക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ക്രമം മറ്റൊന്നാകും. ഇതെല്ലാം ഞാനത് സൂചിപ്പിക്കും. ഒരു മില്ലിക്ക് തെറ്റിപ്പോയാൽ അങ്ങനെ ആയിത്തീരും. അപ്പോ ഒരു മനുഷ്യന്റെ പിറവി തന്നെ, ആ പിറവിയില് കോടാനുകൂടി ബീജങ്ങൾ നമ്മുടെ അമ്മയുടെ ഗർഭാശയത്തിലേക്ക് നേരെ പിതാവിൽ നിന്ന് പുറപ്പെട്ടു വരിക, ലക്ഷക്കണക്കിന്. ആ ലക്ഷക്കണക്കിന് ബീജങ്ങളിൽ ഒന്നോ രണ്ടോ മാത്രമാണ് അണ്ടത്തോട് ചേരുന്നത്. അപ്പോ അത് ചേർന്ന ശേഷം ഒരു ഒന്നോ രണ്ടോ, ചിലപ്പോൾ അപൂർവ ഘട്ടങ്ങളിൽ 3-4 കുട്ടികൾ ജനിക്കുന്നു. പക്ഷെ ഇതിൽ ചിലത് മാത്രം ചൂസ് ചെയ്തിട്ട് ഇങ്ങനൊരാൾ ജനിക്കണമെന്നും ആ ബീജം ഇതിനകത്ത് ഗർഭാശയത്തിൽ വെച്ച് നശിക്കരുതെന്നുമുള്ള പ്ലാനോട് കൂടിയ ഒരു ആന്ത്രോപ്പിക് നേച്ചർ ഈ ഗർഭാശയത്തിന് ഉണ്ടാക്കി വെക്കണമെന്ന് എന്ത് ബോധം ആർക്ക് വന്നിട്ടാണ്? അതാണ് സൃഷ്ടാവുണ്ടെന്നുള്ളതിന് തെളിവാണ്. മറിച്ച് ഈ ടെമ്പറേച്ചറിൽ മനുഷ്യന്റെ ശരീരത്തിലെ ടെമ്പറേച്ചറേ അല്ലോ, ഈ ടെമ്പറേച്ചറിൽ ഇതിന് ജീവിക്കാൻ പറ്റില്ല, അത് നശിച്ചു പോകും, നിർജീവമാകേണ്ടതാണ്. പക്ഷെ ഇത് മാത്രം നിർജീവമാകാതെ അതിനെ അതിനകത്ത് സംരക്ഷിച്ച് വെച്ചിട്ട് ഇതിനകത്ത് നിന്ന് നിങ്ങൾ പിറക്കുന്നു, ഞാൻ പിറക്കുന്നു, എന്നിട്ട് എനിക്ക് ഒരു പാർട്ണർ ഉണ്ടാകുന്നു. ആ പാർട്ണറിലൂടെ വീണ്ടും വീണ്ടും തലമുറകൾ നിലനിൽക്കുന്നു. ജീവജാലങ്ങൾക്കെല്ലാം ഇത് കൊടുത്തുകൊണ്ട് ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ആ പ്രോഗ്രാമിലൂടെ തന്നെ കൃത്യം പ്രപഞ്ചത്തിന്റെ വികാസ പരിണാമങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു അത്ഭുത പ്രക്രിയ. ആ അത്ഭുത പ്രക്രിയ നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. സങ്കീർത്തനക്കാരൻ പാടുക, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ സിദ്ധമാക്കും. 19ാം സങ്കീർത്തനം എത്ര മനോഹരമാണ്. സങ്കീർത്തനം 104 എല്ലാം കാണാം ആ പ്രകൃതിയുടെ മനോഹാരിത, അതിന്റെ ക്രമം, അതേക്കുറിച്ചുള്ള പ്രകീർത്തനങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ സകലം സൃഷ്ടിച്ച ആ ദൈവത്തിന്റെ സൃഷ്ടിയിൽ നമ്മൾ തുടങ്ങുന്ന പക്ഷെ ഉൽപ്പത്തിയിൽ നിന്നാണ്. കാരണം ഒരു പഠനം നടത്തുന്ന ഒരാളിന് വിശാലമായ പ്രപഞ്ചക്രമത്തിന്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് നിന്ന് ആരംഭിച്ചേ പറ്റും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ പഠനത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ പ്രപഞ്ച ചരിത്രത്തെ ഒരു വൃത്തത്തോട്, ഒരു സർക്കിളിനോട് ഉപമിക്കാവുള്ളൂ, സർക്കിളിലൂടെ സങ്കല്പിക്കാവൂ. ഒരു രേഖ പോലെ സങ്കല്പിച്ചാൽ ഉത്തരം കിട്ടില്ല. ഒരു തുടക്കമില്ല പ്രപഞ്ചത്തിന് എന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ ആ തുടക്കത്തിലേക്ക് തന്നെയാണ് ഭൂമി തിരിച്ചു ചെല്ലുന്നത്, പ്രപഞ്ചം തിരിച്ചു ചെല്ലുന്നത്. ആദിയിൽ ഉണ്ടായിരുന്ന അവസ്ഥയിലേക്കാണ്. കാരണം ദൈവം സ്ഥലത്തിനും സമയത്തിനും ഒന്നും ബാധകമായിട്ടുള്ള ആളല്ല. നമ്മൾ പറയുമ്പോൾ കാലം മുമ്പോട്ടാണ് പോകുന്നത്, പക്ഷേ ആ കാലം തിരിച്ചും വരുന്നുണ്ട്, ഭൂതകാലത്തിലേക്കും നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് അങ്ങനെയുള്ള സൃഷ്ടാവ്, ആ സൃഷ്ടാവിന്റെ മനോഹാരിത, സൃഷ്ടിയുടെയും മനോഹാരിത. അപ്പൊ സകലതും ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്നുള്ള ആ ഓർമ്മപ്പെടുത്തൽ നമുക്ക് അതിലേക്ക് പോകാൻ ഉൽപ്പത്തിയിലൂടെ തന്നെ വരാം. ഉൽപ്പത്തിയിൽ ഇന്നലെ നമ്മൾ കണ്ടു, ആദിയിൽ ദൈവം സ്വർഗങ്ങളെ, ഭൂമിയെ സൃഷ്ടിച്ചു എന്നുള്ളൊരു പ്രയോഗം. അപ്പോ സ്വർഗങ്ങളെ എന്നുള്ള ഒരു ഭാഗത്ത് നമ്മൾ കൃത്യമായി തന്നെ നിൽക്കണം. കാരണം മനുഷ്യര് ഈ സ്വർഗങ്ങൾ എന്നുള്ള ഒരു ധാരണയിൽ മതങ്ങൾ ബഹുസ്വർഗങ്ങളെ പറ്റി പറയുന്നുണ്ട്. ധാരാളം സ്വർഗങ്ങളുണ്ട് എന്നുള്ള ഒരു വാദം മതങ്ങൾ വെക്കാറുണ്ടെങ്കിൽ ഒരു കാര്യം ഒത്തുകൊള്ളൂ, ബൈബിള് അത് സമ്മതിക്കും, ധാരാളം സ്വർഗങ്ങളുണ്ട്. പക്ഷേ ബൈബിളിൽ എന്തെങ്കിലും ക്രമം 3 സ്വർഗങ്ങളെ പറ്റിയാണ്, അതിനപ്പുറത്തുള്ളതായി ബൈബിളിലില്ല. 7 സ്വർഗങ്ങളെ പറ്റി പരാമർശിക്കുന്ന പുരാണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് 3 ഇടങ്ങളാണ്, ഒരു 3 മേഖലകളാണ് സ്വർഗാദി സ്വർഗം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഇടമാണ്. ഒന്ന് നമ്മൾ കാണുന്ന, നമ്മുടെ മുമ്പിൽ കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിൽ നമ്മുടെ ഭൂമിക്കൊരു വലയമായി നിൽക്കുന്ന, ഭൂമിയുടെ ചുറ്റാടയായി നിൽക്കുന്ന, യോബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഒരു ലെയർ പിന്നിട്ടാൽ ദൈവ സാന്നിധ്യം പിന്നെയുമുള്ള അടുത്തൊരു ലെയറിനെ പറ്റി, പിന്നൊരു ലെയറിനെ പറ്റി, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടുന്ന പൗലൂസിന്റെ അനുഭവത്തെ പറ്റിയും നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി. അപ്പോ ഈ സൃഷ്ടിച്ചു എന്ന് പറയുന്ന 3 പദങ്ങളുടെ കാര്യം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തല്ലോ, ബാറ. അപ്പൊ ആദ്യത്തെ ഭാഗത്ത് തന്നെ ഇവയുടെ സൃഷ്ടിക്ക് വേണ്ട മൂലധനം വാക്കാണ്. വാക്കുകൊണ്ടാണ് രൂപപ്പെടുത്തുന്നത്. ആ വാക്കിന്റെ ശക്തി വലുതാണ്. അപ്പോ
വാക്ക് കൊണ്ട് രൂപപ്പെടുത്തുവാൻ മനുഷ്യന് പ്രയാസമാണ്. ഉള്ളതിനെ ചലിപ്പിക്കാൻ മനുഷ്യന് വാക്ക് മതി. ചിലപ്പോഴൊക്കെ ഒരാജ്ഞ മതി. ഒരു വലിയ സൈന്യം യാത്ര പുറപ്പെടാൻ ഒരു മേലധികാരിക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ മതി, ഫയർ എന്ന് പറഞ്ഞാൽ മതി, ആക്ഷൻ എന്ന് പറഞ്ഞാൽ മതി. അത് അപ്പോഴേ ആ വലിയൊരു ട്രൂപ്പ് മൂവ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോ വാക്ക് മതി. അത് പക്ഷെ ഓർഡർ അത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എന്നാൽ ഇങ്ങനെ പ്രീ പ്ലാൻഡ് അല്ലാത്ത ഒരു സംവിധാനത്തിലൂടെ ഒരു പ്രപഞ്ചത്തെ മുഴുവൻ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന സകലത്തിനെയും സൃഷ്ടിക്കുക, അല്ലാതെ ഇതിനെ സൃഷ്ടിക്കാൻ പറ്റണമെങ്കിൽ ഒന്ന് ആലോചിക്കുക, തത്തുല്യമായ മറ്റൊന്നിനെ നശിപ്പിച്ചേ ഇത് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായി കാണും ശാസ്ത്രീയമായി പറഞ്ഞാൽ. എന്ന് വെച്ചാൽ നമുക്ക് മറ്റൊന്നിനെ നശിപ്പിക്കാതെ, ഇപ്പൊ നമ്മളൊരു മരത്തെ അതിന്റെ പ്രാണനെ നശിപ്പിക്കാതെ അതിനെ വെട്ടിമുറിച്ചിട്ടൊരു കട്ടിലുണ്ടാക്കാൻ പറ്റില്ല. അത് നശിക്കണം, അത് മറ്റൊന്നായി മാറണം. അങ്ങനെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ എന്താ പറയാ ചാരം ഉണ്ടാക്കും, വളമിടാൻ വേണ്ടി കുറെ ചാരം ഉണ്ടാക്കും. നിങ്ങൾക്ക് കുറെ ഇലകൾ വാരിയിട്ട് കത്തിച്ച് ചാരമുണ്ടാക്കുമ്പോൾ ഇലകൾക്ക് നാശം വന്നിട്ടത് മറ്റൊരു രൂപത്തിലെത്തുന്നു. അപ്പൊ നിങ്ങൾക്കൊന്ന് സൃഷ്ടിക്കണമെങ്കിൽ ഒരു വസ്തുവിന്റെ നാശമാണ് മറ്റൊരു വസ്തുവിന്റെ രൂപവൽക്കരണം. നശിപ്പിച്ചേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മറ്റൊന്നിനെ നശിപ്പിക്കണം, അപ്പോഴാണ് മറ്റൊന്നുണ്ടാകുന്നത്. അങ്ങനെയാണ്. നമുക്ക് നശിപ്പിക്കാൻ എന്താ ഉണ്ടാക്കാൻ പറ്റുന്നത്? ആ നശീകരണ പ്രക്രിയ കൂടാതെ ഏത് മനുഷ്യന് എന്ത് സൃഷ്ടിക്കാൻ പറ്റും? പുതുതായിട്ടുള്ള സൃഷ്ടിക്കാൻ പറ്റുമോ? അപ്പൊ ഉള്ളതിനെ, അത് സഭാപ്രസംഗം പറയുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഉള്ളതിനെ നമ്മൾ മറ്റൊന്നാക്കി മാറ്റാനേ പറ്റൂ. അപ്പൊ ഒന്ന് അവിടെ മരിക്കുകയാണ്, ഒരു ഓർഡർ അവിടെ നശിച്ചു പോവുക. ആ ഓർഡർ നശിച്ചിട്ട് മറ്റൊന്നാകുക. അപ്പൊ അത് നശിക്കാതെ മറ്റൊന്നും ഉണ്ടാവില്ല. ആ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം എത്രയോ ചെടികളുടെ നാശമാണ്. ആ ചെടികളെ നശിപ്പിച്ച് പലതരം പ്രോസസ്സിങ്ങിലൂടെ കടത്തി ആ നൂല് കൊണ്ട് നെയ്തെടുക്കുമ്പോൾ അനേക ജീവൻ, അനേക ആ ചെടികൾ നശിച്ചുപോയി. എന്നിട്ടാണ് നമ്മൾ ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നിനെ ഉണ്ടാക്കാൻ ഒരു മരണം അവിടെ ആവശ്യമാണ്. ഒന്ന് മരിച്ചിട്ടേ മറ്റൊന്നുണ്ടാകുന്നു. ഒന്നിനെ നശിപ്പിച്ചാണ് മറ്റൊന്നുണ്ടാകും. പക്ഷെ ഈ നാശം ആത്യന്തികമല്ല. ആ നാശം അതിന്റെ സ്വഭാവത്തിന്റെ നാശമാണ്. കാരണം കരിയില അതിനെ കൂട്ടി കത്തിച്ചപ്പോ കരിയില മാറിയിട്ട് ചാരമുണ്ടായി. ആ ചാരത്തെ നിങ്ങൾ വളമാക്കി മാറ്റിയപ്പോൾ ആ വളം വലിച്ചെടുത്ത് മറ്റൊരു ചെടി വളർന്നു. അപ്പോ ഒന്നിനെ മറ്റൊന്നാക്കി തീർക്കുക, സ്വാഭാവിക ഗുണത്തെ നശിപ്പിക്കുക. ഇനി സൃഷ്ടാവില്ല എങ്കിൽ ഈ മാറ്ററെല്ലാം ഇതുപോലെ കത്തി തീർക്കാൻ, ഇതുപോലെ ആക്കി തീർക്കാൻ ഇതിലും വലിയ ചിലവ് വേണം, ഇതിലും വലിയ കാര്യങ്ങൾ വേണം. അപ്പൊ ഒരു ഉദാഹരണം, നിങ്ങളൊരു കുഴി എടുത്തെന്ന് വിചാരിക്കുക. ആ കുഴി എടുത്തു കഴിഞ്ഞ് ആ കുഴി മൂടാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഓർക്കുക, ഒത്തിരി മണ്ണ് അധികം വരും. ഇതെവിടെ കൊണ്ട് കളയുമെന്ന് ഓർത്തൊക്കെ നമ്മൾ ബുദ്ധിമുട്ടും. കാരണം എന്താ, ആ തിക്കായിട്ടുള്ള ആ ഭാഗത്തെല്ലാം എയർ കയറിയിട്ട് അത് ശരിക്കും ടൈറ്റ് ആക്കി നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പ്രകൃതി ഇട്ട പോലെ നമുക്ക് തിരിച്ചു ചെയ്യാൻ പറ്റുന്നില്ല. ഈ മണ്ണ് അധികമായിട്ട് വരിക, ഈ മണ്ണ് കൊണ്ട് കളയാനിടമില്ല. അപ്പൊ ഒരു വസ്തു മിച്ചം വരുന്നു. ഇതൊക്കെ എവിടെ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോ ഈ സൃഷ്ടാവില്ല എങ്കിൽ ഇത്ര ഓർഡറിൽ ഉണ്ടാവില്ല, ഈ ക്രമത്തിൽ ഇത് ഉണ്ടാവില്ല. എല്ലാം ഒന്നിനെ നശിപ്പിച്ച് മറ്റൊന്നാക്കുക എന്നുള്ള ആ പ്രക്രിയ മാത്രം കഴിയുന്ന മനുഷ്യൻ ബാഹ്യശക്തിയുടെ, സൂപ്പർ നാച്ചുറൽസിന്റെ ഇടപെടലില്ല എന്ന് ധരിക്കുന്നത് തെറ്റാണ്. അപ്പൊ സൂപ്പർ നാച്ചുറൽസിന് ഇത് സാധിക്കും. അപ്പൊ ദൈവത്തിന് ഇവിടെ വേണ്ടി വന്ന മൂലധനം എന്ന് പറയുന്നത് വേടാണ്, വാക്കാണ്. അപ്പൊ ഈ വാക്കാണ് എന്നത് സത്യത്തിൽ ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്ന 400 വർഷം 500 വർഷം ജീവിച്ചിരുന്ന ഹെറാക്ലീറ്റസ് എന്നുള്ള ഒരു തത്വജ്ഞാനി ഗ്രീസിലുണ്ടായി. ഹെറാക്ലീറ്റസ്. ഈ ഹെറാക്ലീറ്റസ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഗഹനമായി പഠിച്ചിട്ട് പറയുന്നത്, ഈ പ്രപഞ്ചക്രമം, ഈ ജീവജാലങ്ങൾ, ഇതിന്റെ എല്ലാം പിന്നിൽ ചിലവഴിച്ചത് എന്താണ്, എന്തുകൊണ്ട് ഇത് സൃഷ്ടിച്ചു, മൂലധനം എന്താണ്, ഇതിന്റെ ക്യാപിറ്റൽ എന്താണ്. ആ ക്യാപിറ്റലിനെ പറ്റി അദ്ദേഹത്തിന്റെ ധാരണ പറയുന്നു. ആ ക്യാപിറ്റൽ മറ്റൊന്നും ആയിരിക്കില്ല, ഒരു വേർഡ് തന്നെയാണ്, ഒരു വാക്കാണ്. വാക്കിനാലേ സൃഷ്ടിക്കാൻ പറ്റും. അതിന് കഴിയുന്ന ആജ്ഞാശക്തിക്ക് അത് ഇട്ട പേരാണ് ലോഗോസ്. ലോഗോസ് പറഞ്ഞതെല്ലാം സൃഷ്ടിച്ചു. ലോഗോസിനെ സൃഷ്ടിക്കാൻ പറ്റും. അപ്പൊ ഈ ലോഗോസിനെയാണ് യോഹന്നാൻ വളരെ ഹൃദ്യമായ വിധത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. യോഹന്നാൻ 1:1 ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു, ലോഗോസ് ദൈവമായിരുന്നു, ലോഗോസ് ദൈവത്തോടു കൂടെ ആയിരുന്നു. അപ്പം ലോഗോസ് എന്ന് അവർ കണ്ടതിനെ ദൈവം എന്ന് വ്യാഖ്യാനിച്ച് തിരിച്ചുത്തരം കൊടുക്കുന്ന ആ പ്രക്രിയ. അപ്പൊ അത് ഇവിടെ തന്നെ കാണാം. ഉണ്ടാകട്ടെ എന്ന ആ ശബ്ദത്തിന്റെ ഉടമ ദൈവമാണ്. അപ്പൊ ദൈവത്തിന്റെ ആ ശബ്ദം, ആ വചനം, അത് സകലത്തെ സൃഷ്ടിച്ചു. അവിടുത്തെ വചനത്താൽ സകലത് ഉളവായി. ഇതാണ് ബൈബിൾ മുമ്പോട്ട് വെക്കുന്ന പ്രധാന പ്രിൻസിപ്പിൾ. അപ്പൊ സൃഷ്ടിക്ക് ഹേതു വചനമാണ്. വചനം, ആ വേടാണ് സകലത്തെ സൃഷ്ടിച്ചത്. ആ വേടിന്റെ പ്രത്യേകത പറഞ്ഞു, ആ വേട് ജീവനുള്ളതായി. കാരണം സൃഷ്ടാവിന്റെ ശബ്ദമാണ്, അതിന് ജീവനുണ്ട്. ആ ജീവനുള്ളത് കൊണ്ട് തന്നെ അതിന് സൃഷ്ടാവോളം ആയുസുണ്ട്, സൃഷ്ടാവോളം സവിശേഷതയുണ്ട്. ആയുസ് എന്ന് പറയുന്നേക്കാൾ സൃഷ്ടാവോളം സവിശേഷത. ആ വാക്കിനും ആദിയും അന്തവുമില്ലാത്ത വിധം സുദീർഘമാണ്. ആദി അന്തമില്ലാത്ത ആ ശബ്ദം എന്താണെന്നൊരു ചോദ്യത്തിന്റെ മുമ്പില്
നമുക്ക് കൃത്യം പറയാൻ പറ്റും അത് ലോഗോസ് എന്നത് യേശുക്രിസ്തു ആയിരുന്നു. ഇത് എബ്രായർ 1:8 തന്നെ കൃത്യം കാണുന്നുണ്ട്. എബ്രായർ 1:8 പറയുകയാണ്, പുത്രനോടോ കർത്താവേ നീ സകലതും സൃഷ്ടിച്ചു, സകലതും സൃഷ്ടിച്ചവൻ പുത്രനാണ് എന്ന വിശേഷണത്തിലൂടെ പിതാവിന്റെ ശബ്ദമായവൻ പുത്രനായിരുന്നു എന്നുള്ള ഒരാശയം മുമ്പോട്ട് കൊണ്ടുവരികയാണ്. അതൊരു റെവലേഷനാണ്. ആ റെവലേഷൻ സെയിന്റ് പോള് എബ്രായർക്കെഴുതിയ ലേഖനത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുക. കർത്താവേ നീ സകലതും സൃഷ്ടിച്ചു. ആ വാക്യം ഒന്ന് വായിക്കുന്നത് വളരെ പ്രയോജനപ്പെടും. അതിന് മുമ്പ് പറയുന്നുണ്ട്, അല്ലയോ പിതാവേ, ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാർ അഭിഷേകം അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം സകലത്തെയും സൃഷ്ടിച്ചു. എന്നിട്ട് പറയാണ് പുത്രൻ മുഖാന്തരം നമ്മോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ന്യൂ ടെസ്റ്റമെന്റിന്റെ ഇൻവാലിയബിലിറ്റിയാണ് പറയുന്നത്. ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറയുന്നാൽ അത് പിതാക്കന്മാരുടെ ദൈവം ഏജൻസി മുഖാന്തരം അല്ലെങ്കിൽ പ്രവാചകന്മാർ മുഖാന്തരം മീഡിയേറ്റേഴ്സിനെ വെച്ച് സംസാരിക്കുകയായിരുന്നു. എന്നാൽ ന്യൂ ടെസ്റ്റമെന്റ് എന്ന് പറയുന്നത് പുത്ര മുഖാന്തരം സംസാരിക്കുകയായിരുന്നു. എന്നിട്ട് ആരാണ് പുത്രൻ എന്ന് പറയുകയാണ്? അവന്റെ തത്വത്തിന്റെ മുദ്ര സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകുന്നു. അവന്റെ തേജസ്സിന്റെ പ്രഭ. എന്തൊരു മനോഹരമാണ് പുത്രനെ കുറിച്ചുള്ള ആ പ്രയോഗം. ഈ പ്രയോഗം പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആള് എങ്ങനെയുള്ളതാണ്? ക്രൂശിൽ കിടക്കുന്ന ഒരു മനുഷ്യനാണ്, വേദനിക്കുന്ന, പിടയുന്ന, ചോരയൊഴുക്കുന്ന, ലമ്മാ ശബക്താനി എന്ന് അലറുന്ന ഒരു മനുഷ്യനെ നോക്കി എബ്രായ ലേഖനകർത്താവ് പറയാണ്, പക്ഷെ അവന്റെ തത്വത്തിന്റെ മുദ്ര, തേജസ്സിന്റെ പ്രഭ, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുക. നോക്കണം, പാലസ്തീനിയായിലൂടെ നടക്കുന്ന നമ്മുടെ കർത്താവിന് മറ്റുള്ളവൻ കണ്ടാൽ കല്ലെറിയുന്ന, അവനോ പൊയ്ക്കളഞ്ഞുയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന തരത്തിൽ ഒരു കേവല മനുഷ്യനായി നടക്കുന്നവനെ കണ്ട് പത്രോസും ശിഷ്യന്മാരും പറയാ, പക്ഷെ ഞങ്ങൾ അവന്റെ മഹിമ കണ്ടു. കല്ലെറിയാൻ തുടങ്ങുന്നവരൊക്കെ അവൻ എന്ന മനുഷ്യനെ കണ്ടു. കല്ലെറിയാൻ തുടങ്ങുന്നവരൊക്കെ ജൂതന്മാർക്കിടയിലെ ഒരു വിമതനെ കണ്ടു. കല്ലെറിയാൻ തുടങ്ങുന്നവരൊക്കെ വേറിട്ട ചിന്ത പറയുന്ന ഒരാളെ കണ്ടപ്പോൾ പത്രോസ് പറയാണ്, അന്ത്രോസ് യോഹന്നാനും പറയാണ്, ഞങ്ങൾ അവന്റെ മഹിമയാണ് കണ്ടത്. മഹിമ കണ്ട സാക്ഷിയാണ് ഞങ്ങൾക്കോ കണ്ടും കേട്ടും അനുഭവിച്ചുമിരിക്കുന്നത് പ്രസംഗിക്കാതിരിക്കാൻ തരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹിമയുടെ വിശദീകരണം ദൈവദാസന്മാർ പറയുമ്പോൾ ഈ ക്രിസ്തുവിനെ നോക്കിയിട്ട് ഇവനാണ് എന്റെ രക്ഷകനെന്ന് എനിക്ക് നിങ്ങൾക്കും പറയാൻ പറ്റുന്നെങ്കിൽ അതൊരു വെളിപ്പാട് തന്നെയാണ്. ഉദാഹരണം, നമ്മളെ പോലെ നമ്മുടെ കുടുംബത്തിൽ പിറന്നവർ, നമ്മുടെ കൂടെ ഇരുന്ന് പഠിച്ചവർ, അവരെല്ലാം ഇതുപോലെ വന്നില്ലല്ലോ. കാരണം അവർ കേട്ട സുവിശേഷത്തിലും നമ്മൾ കേട്ട സുവിശേഷത്തിലും വ്യത്യാസമില്ലായിരുന്നു. നമ്മൾ കേട്ട സുവിശേഷം അവർ കേട്ടതും ഒരേ സുവിശേഷമായിരുന്നു. പക്ഷേ നിങ്ങളും ഞാനും ആ മഹിമ കണ്ടു. ക്രിസ്തുവിന്റെ മഹിമയാണ് നമ്മളെ ഉറപ്പു നിർത്തിയത്. ആ മഹിമ ഒരു ചിത്രം വരച്ച് അതിലൂടെ കണ്ടതല്ല. നമ്മൾ കണ്ടത് ക്രൂശിക്കപ്പെട്ടവനെ മാത്രമാണ്. അടിയേൽക്കുന്നവനെയാണ്. ചാട്ടവാറിനാൽ അടിയേൽക്കുന്നവനെ കണ്ടിട്ട് നമുക്ക് മനസ്സിലായത് ഇത് എന്റെ സൃഷ്ടാവാണ്. ആ ബോധ്യമാണ് വെളിപ്പാട്. അത് ജഡരക്തങ്ങൾക്ക് വെളിപ്പെടുത്താനാവാത്ത വെളിപ്പാടാണ്. ജഡരക്തങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ കഴിയില്ല എന്ന് തെളിവാണ് നമ്മുടെ കൂടെ വന്നവന് പിടികിട്ടാത്ത ആ മർമ്മം എനിക്ക് പിടികിട്ടിയതെപ്പോഴാണ് അത് എന്റെ സൃഷ്ടാവ് ഇവനാണ് എന്ന് ഉള്ള തോന്നലിലേക്ക് വരാൻ എന്റെ അകക്കണ്ണുകൾ ജ്വലിച്ചാണ് അവനെ കണ്ടത്. എന്റെ ഹൃദയം ത്രസിച്ചാണ് അവനെ കണ്ടത്. ഇതാണ് എമൗസിലെ ശിഷ്യന്മാര് പറയുന്നത്. അവൻ നമ്മോട് വചനം വിശദീകരിച്ചപ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. എത്രയോ പേരോട് യേശു പ്രസംഗിച്ചു, പക്ഷേ ഉള്ളം കത്തിയില്ല പലരുടെയും. പലരും അതിനെ അവഹേളിച്ചു വിട്ടപ്പോ നമ്മുടെ ഉള്ളം കത്തി. എന്താണ് കാരണം? മഹിമ കണ്ടു നമ്മൾ എന്നുള്ളതാണ്. മഹിമയുടെ ആ തിരിച്ചറിവ് വരച്ചു വച്ചിരിക്കുന്ന ചിത്രത്തിന്റെ മഹിമയല്ല, വഹിച്ച പദവിയുടെ മഹിമയല്ല, മറിച്ച് ഉന്നതനായവൻ താഴേക്ക് വന്നിരിക്കുന്നു. ഇതാ എന്റെ തീന്മേശയിൽ എന്റെ കൂടെ ഇരുന്ന് ഈ അപ്പം വാഴ്ത്തുന്നു. ഇതാ എന്റെ തോളിൽ കൈയിടുന്നു. കുഷ്ഠരോഗിയായ എന്നെ പുണരുന്നു. ആർക്കും വേണ്ടാത്ത പാപിയായ എന്നെ കണ്ടിട്ട് പറയാണ്, നിന്റെ വീട്ടിൽ നിന്നോട് കൂടെ ഇരുന്ന് ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കും, ഞാൻ ഇന്ന് നിന്റെ വീട്ടിലാണ് എന്ന് പറഞ്ഞ് സ്നേഹം കൊണ്ട് അവന്റെ മഹിമ എന്നെ ഒന്ന് പ്രദർശിപ്പിച്ച് കാണിക്കും. ആ മഹിമയുടെ വൽക്കരണമാണ് ശരിക്കും ദൈവത്തെ നമ്മൾ ആരാധിക്കാൻ, ക്രിസ്തുവിലൂടെ ആ മഹിമ തിരിച്ചറിയാൻ കാരണം. അവന്റെ തത്വത്തിന്റെ മുദ്ര, തേജസ്സിന്റെ പ്രഭ, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട്. അടുത്ത കാര്യം പറയാ, പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം പിതാവിന്റെ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ നാമത്തിന് അവകാശിയായി തീരുകയും ചെയ്തു പറയുക. ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ നാമത്തിന് അവകാശിയായി തീരുകയും ചെയ്തു. എന്നിട്ട് ദൂതനെ ഒന്ന് വർണ്ണിക്കുക. ദൂതന്മാർ സേവകാത്മാക്കളാണെന്നും അവയ്ക്കുള്ള കഴിവുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ ദൂതന്മാരോട് പറയാത്തൊരു കാര്യം പുത്രനെ കുറിച്ച് പറഞ്ഞു. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നൊന്നും ഒരു ദൂതനോടും പറഞ്ഞിട്ടില്ല. പക്ഷെ പുത്രനോടോ എന്നിട്ട് പറയാണ്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഈ വിശദീകരണങ്ങളെല്ലാം പറഞ്ഞിട്ട് തദനന്തരം പറയാണ്, ആരാണ് പുത്രൻ എന്ന് പറയുക. പുത്രനോടോ എന്ന് പറയുന്ന 8-ാം വാക്യം എത്ര മനോഹരമാണ്. ആ വാക്യത്തിൽ പറയുന്നു,
പുത്രനോടോ? കർത്താവാണ് സകലത്തിന്റെ സൃഷ്ടാവ്, സൃഷ്ടാവാണ്. ഭൂമിക്ക് കർത്താവെ നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. അപ്പൊ ഉൽപ്പത്തി 1:1 സൃഷ്ടികർമ്മത്തിൽ പുത്രന്റെ ഇടപെടൽ വചനമായിട്ടായിരുന്നു. പുത്രന്റെ ഇടപെടൽ, അതിന് പുത്രൻ അക്ഷരാർത്ഥത്തിലൊന്നും വന്നിട്ടില്ല. പുത്രൻ വരിക്കുന്നത് വചനം എന്ന ഇടപെടലാണ്. ആ വചനത്തിന്റെ ഇടപെടലിൽ നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. അപ്പൊ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേഡ് ചെയ്യുന്ന ഒരാൾ സുപ്രധാനിയാണ്. അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ ഭൂമിക്ക് നീ അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തി. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, പക്ഷെ അവ നശിക്കും, സൃഷ്ടാവായ നീ നിലനിൽക്കും. ഏത് ബിൽഡിങ്ങും കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു പോകും, നമ്മൾ പുതുക്കിപ്പണിയും. ഏത് ബിൽഡിങ്ങും അങ്ങനെയാണ്. എല്ലാ സൃഷ്ടിയും ഒരു ദിവസം നശിക്കും, പക്ഷെ നീയോ നിലനിൽക്കും. നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കയില്ല. നീയോ അനന്യൻ. എന്തൊരു മലയാള പരിഭാഷയാണ്, ഉജ്ജ്വലമായ ഒരു മലയാള പരിഭാഷ. നീയോ അനന്യൻ, ദി സെയിം എന്ന നമ്മുടെ ഇംഗ്ലീഷിന് തത്തുല്യമായ ഒരു മലയാളം എടുത്തിരിക്കുക. ഈസ് ദ സെയിം എസ്റ്റർഡേ ടുഡേ ഫോർ എവർ എന്ന് പറയുന്നതിന് തത്തുല്യമായിട്ട്. നമുക്ക് ചിലപ്പോൾ മലയാളത്തിൽ ഡെപ്തായിട്ട് അർത്ഥം കിട്ടാത്തൊരു സന്ദർഭം ഉണ്ടെങ്കിലും ചിലതൊക്കെ വലിയ വലിയ പരിജ്ഞാനത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്ര മനോഹരമാണ്. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കയില്ല. എന്നിട്ട് ഈ പുത്രനെ സകല ദൂതന്മാരെ കൊണ്ടും നമസ്കരിക്കുമാറാക്കി എന്ന് പറയുന്ന ആ മനോഹര ഭാഗം. സത്യത്തിൽ ഈ എബ്രായർ 1 ഒരു മനോഹര കവിത പോലെയാണ്. എത്ര വായിച്ചാലും മതി വരാത്ത വിധത്തിൽ ദൈവത്തിന്റെ ആ മഹത്വവൽക്കരണമാണ് നടക്കുന്നത്. ഇതേ സെയിമായ ഒരു സംഭവമാണ് നമുക്ക് എന്താ പറയാ കൊലോസ് ലേഖനത്തിലും കാണും. ഞാൻ അതുകൂടി ചേർത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രിയരെ പറയട്ടെ, ഈ നിങ്ങൾ പരിശോധിച്ചാൽ ഈ കൊലോസ് ലേഖനത്തിലാണ് ക്രിസ്തു മഹത്വം ആ സൃഷ്ടാവ് എന്നുള്ള നിലയിൽ കാണാൻ പറ്റുന്നത്. സൃഷ്ടാവായി ക്രിസ്തുവിനെ തന്നെ കാണാൻ പറ്റുന്ന മനോഹരമായൊരു ഭാഗമാണ്. ചെറിയൊരു പുസ്തകമാണ് ഈ കൊലോസ് ലേഖനം. ഈയിടയ്ക്കൊരു ദിവാസൻ കൊലോസ് ലേഖനത്തെ പറ്റി തരക്കേടില്ലാത്തൊരു പഠനം നടത്തി എൻ്റെ അരികിൽ അത് ഒന്ന് പരിശോധിക്കാനും എഴുതാനും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നു. അപ്പോൾ വളരെ മനോഹരമായിരുന്നു. കാരണം ഞാൻ ഈ കൊലോസ് ലേഖനത്തെ പറ്റി കുറെ നോട്ട് എഴുതി. കാരണം എഴുതാനുള്ള കാരണം ഇത് ചെറിയൊരു പുസ്തകമാണല്ലോ, പെട്ടെന്ന് തീരുമല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ പഠിച്ചു തുടങ്ങിയാണ്. അത് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമുക്കിതൊന്നും പിടിതരുന്നില്ല. നമ്മൾ എത്ര പഠിച്ചാലും വഴങ്ങാതെ മാറി പോവാണ്. ഒരു അധ്യായം പോലും തീർക്കാൻ കഴിയാത്ത വിധത്തിൽ അത് അഗാധമായ ഒരു കടലാണ്. പുസ്തകത്തിന്റെ വലിപ്പം ചെറുതായിരുന്നു, പക്ഷേ അത് ഉൽപ്പത്തിക്കും ഒക്കെ അപ്പുറത്തേക്ക് യാത്ര ചെയ്യാണ്. വഴങ്ങാതെ പോകുന്നതിന്റെ കാരണം എന്തറിയോ? അതാണ് ക്രിസ്തുവിൽ നിന്ന് അവനെക്കുറിച്ച് പഠിച്ചാൽ മതി വരില്ല, അത് തീർത്തു തരൂല. വഴങ്ങാത്തൊരു പ്രതിഭാസം, എത്ര ചിന്തിച്ചിട്ടും മതി വരാത്ത ഒരു പ്രതിഭാസം. അത് എന്താ പറയുക, പക്ഷേ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പൊ അതിൽ ഇതിനൊരു കാരണമുണ്ട്. ഈ കൊലോസ്യയിലേക്ക് വരാനൊരു വിഷയം, നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി മുഴുവൻ പഠിച്ചാൽ ഈ കൊലോസ്യ എന്നൊരു സഭയെക്കുറിച്ചൊന്നും കാണത്തില്ല. ആ ചർച്ചിനെ പറ്റി പ്രതിപാദ്യമില്ല. 1ാം മിഷണറി യാത്രയിലോ 2ാം മിഷണറി യാത്രയിലോ 3ാം മിഷണറി യാത്രയിലോ സെയിന്റ് പോൾ പോയ വഴിക്കൊന്നും കൊലോസിയിൽ പോയതായിട്ടില്ല. ഇതിനടുത്തൊക്കെ തൊട്ടടുത്തൊക്കെ പോയിട്ടുണ്ട്. ആ ചർച്ചിന്റെ മാത്രം പ്രതിപാദനമില്ല. വാസ്തവത്തിൽ ഈ ചർച്ച് രൂപീകരിക്കുന്ന എപ്പഫ്രാസാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്, ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത നിങ്ങൾ, അല്ല സെയിന്റ് പോൾ അവിടെ പോയിട്ടില്ല, ജഡത്തിൽ എന്റെ മുഖം നിങ്ങൾ കണ്ടിട്ടില്ല, അവിടേക്ക് എനിക്ക് വരാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയാണ്. എപ്പഫ്രാസ് പോയിട്ട് ഇത് സ്ഥാപിക്കുകയാണ്. എപ്പഫ്രാസ് പൗലൂസിന്റെ ഒരു ശിഷ്യനാണ്, അല്ലെ സഹകാരിയാണ്. അദ്ദേഹം പോയി ഇത് ചർച്ച് സ്ഥാപിച്ചു വരികയാണ്. അപ്പൊ ഈ ചർച്ച് പിന്നീട് നേരിടുന്ന ഒരു ഇഷ്യൂ ആണ്. ആ ഇഷ്യൂവിന് പൗലൂസ് കൊടുക്കുന്ന ഒരു മറുപടി ഭയങ്കര മനോഹരമാണ്. അവർ നേരിടുന്ന ഇഷ്യൂ നമ്മുടെ ഏതെങ്കിലും ചർച്ച് നേരിടുന്ന, IPC നേരിടുന്ന, ചർച്ചകൂടോ ഷാരോനോ ഒന്നും നേരിടുന്ന പ്രശ്നമല്ല. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എത്ര ചെറുതാണെന്നാണ് ഇവിടെ കാണുന്നത്. ചെറിയ പ്രശ്നങ്ങളെ നമ്മുടെ ചർച്ചിലുള്ളൂ. 1ാം നൂറ്റാണ്ടിലെ സഭ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു. അതിന്റെ കാരണം ഈ ചർച്ചിലേക്ക് ചില ചിന്തകന്മാർ കയറി വന്നു. വലിയ പഠിപ്പുള്ള ആളുകൾ കുറെ പേര് ഈ ചർച്ചിൽ വന്നു. അവർ പറയാൻ തുടങ്ങി, ഈ യേശുക്രിസ്തുവിന് ശരീരം ഉണ്ടായില്ല, ശരീരം ഉണ്ടാകാൻ പറ്റില്ല, നല്ലൊരു ദൈവത്തിന് ശരീരം എടുക്കാൻ പറ്റില്ല, ബോഡി ഇറ്റ് സെൽഫ് ഈസ് ഈവിൾ ആണ്, ശരീരം അതിൽ തന്നെ തിന്മയുള്ളതാണ്, തിന്മ നിറഞ്ഞൊരു ശരീരം. അവരുടെ നിരീക്ഷണം തെറ്റല്ല. കാരണം ഈ ബോഡി, സ്പിരിറ്റ് ആൻഡ് സോൾ എന്ന് പറയുന്ന ഇടത്ത് സോൾ എന്താണ്? സോൾ ശരിക്കും നമ്മുടെ ചിന്ത, വിചാരങ്ങൾ, ഇതിന്റെയൊക്കെ ഇരിപ്പിടമാണ്, ബുദ്ധിശക്തിയുടെ ഒക്കെ ഇരിപ്പിടമാണ്. നമ്മൾ ഈ ദേഹി എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഇംഗ്ലീഷ് പദം സോൾ, സോളിന്റെ അർത്ഥം അതാണ്. എന്നാൽ ഇപ്പുറത്ത് നമുക്ക് നോക്കാം, ഈ സോള് ചെയ്യുന്നത് ഒരു ഇന്ദ്രിയങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നു. നമ്മുടെ കാഴ്ചയെ, നമ്മുടെ കണ്ണിനെ, നമ്മുടെ ചെവിയെ, കാതിനെ, നമ്മുടെ ത്വക്കിനെയൊക്കെ ഉദ്ദീപിപ്പിച്ചിട്ട് നമ്മൾ ബാഹ്യലോകത്തെ, ഔട്ടർ വേൾഡിനെ നമ്മിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് സോളിന്റെ പണി. സോളിന്റെ കാര്യം ജോലി മനസ്സിലായല്ലോ. കാഴ്ച കണ്ടിട്ട് ആ ദൃശ്യം നമുക്ക് തരുന്നു, അല്ലെങ്കിൽ കേൾവി കേട്ടിട്ട് ആശയം നമ്മളിലേക്ക് തരുന്നു. എന്നിട്ട് ഇത് തന്നെ ഒരു ആജ്ഞ കൊടുക്കുകയാണ്. എന്താ ആജ്ഞ കൊടുക്കുന്നത്? ബോഡിക്ക് ഒരു ആജ്ഞ കൊടുക്കുകയാണ്, അതിനോട് നീ ഇങ്ങനെ പെരുമാറുക, അതിനോട് ഇങ്ങനെ ഒന്ന് പ്രതികരിക്കുക. പലപ്പോഴും ഇതിന് കീഴടങ്ങുന്നതാണ് നമ്മൾ വലിയ കാര്യമായിട്ട് തോന്നുന്നത്. ഉദാഹരണം, ചില വീടുകളുള്ള തുച്ഛത്തിൽ പറഞ്ഞ ഒരാളിനെ പറ്റി നമ്മൾ പറയുന്നത് നല്ല കമാൻഡിങ് പവറുള്ള ലീഡറാണ്, അയാൾ ഭയങ്കര സംഭവമാണ്. പക്ഷെ അയാൾക്ക് സംഭവിച്ചൊരു പരാജയം അദ്ദേഹം അറിയുന്നില്ല. നമ്മൾ ശുഭിതനാകാൻ
എടുക്കുമ്പോൾ നമ്മൾ സ്വയം എത്രയോ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി നമ്മൾ സ്വയം ശൂന്യനാവുകയാണ്. കോപത്തിന് കീഴടങ്ങുമ്പോഴാണ് നമ്മൾ ശൂന്യനാകുന്നത്. ക്ഷമിക്കാനാണ് വലിയ പവർ വരുന്നത്. കോപത്തിന് നാച്ചുറലായ ഒരു പവർ വരുന്നുണ്ട്. അതിനെ അടിച്ചൊതുക്കുന്ന ഒരു ശക്തിയാണ് ക്ഷമ. ആ ക്ഷമയുടെ ശക്തി കൊണ്ട് അടിച്ചൊതുക്കണമെങ്കിൽ അപാരമായൊരു കാലിബർ വേണം, അപാരമായൊരു കഴിവ് വേണം. അപ്പൊ കോപിച്ച് ചൂടായി ക്ഷുഭിതനായി ഒരു കാര്യത്തെ പിടിക്കുന്നവനേക്കാൾ ക്ഷമ കൊണ്ട് അതിനെ നേരിടുന്നവന്റെ പവറാണ് വലിയ പവർ. അത് കിട്ടുക എന്നുള്ളത് വലിയ പാടാണ്. ഒരു പൊതുയോഗത്തിൽ ഇരുന്നു കൊണ്ട് ചില കാര്യങ്ങൾ ഉയർത്തി പറയുന്നതിനെ കുറിച്ച് നമ്മൾ പറയും, അച്ഛൻ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് കൗൺസിൽ ഇരുന്നുകൊണ്ട് അവരെല്ലാം വിറപ്പിച്ചു കളഞ്ഞു. പക്ഷെ അതിലും വലുതാണ് പക്വതയോടെ അതിനെ ഒന്ന് നേരിടുവാനുള്ള ഒരു സമചിത്തത. പക്വതയോടെ മിണ്ടാതിരിക്കുന്നല്ല, മിണ്ടാതിരിക്കുന്നുണ്ട് അർത്ഥമില്ല, കാര്യങ്ങൾ പറയണം, പക്ഷേ അതിനെ നേരിടാൻ വേണ്ടി സമചിത്തത കാട്ടുക. ഇളകി വരുന്ന ആനയെയും വിരലി കൊണ്ട് നിർത്താൻ കഴിയുന്ന ഒരു പക്വതയുണ്ടല്ലോ, ആ പക്വതയിലേക്ക് ആള് വളരുക എന്നത് ചെറിയൊരു കാര്യമല്ല. അവിടെയാണ് ദേഹി ആജ്ഞ കൊടുത്തു, ബോഡി ആജ്ഞ അനുസരിച്ച് തുടങ്ങുമ്പോൾ മുതൽ ബോഡിക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞു, ബോഡി ഏറ്റെടുക്കുകയാണ്. അപ്പൊ ശരീരം ഏറ്റെടുത്താൽ ഓർക്കണം, പിന്നെ പക്വത ഉണ്ടാവില്ല. അതാണ് പാപത്തിലേക്ക് വഴി നയിക്കുന്നത്. അപ്പോൾ ഇതിനെ വന്ന് തടയാൻ മറ്റൊരു ശക്തിയെ നമ്മുടെ ശരീരത്തിൽ വെച്ചിരിക്കുകയാണ്, അതാണ് ആത്മാവ്. ആത്മാവ് പറയും വേണ്ട കേട്ടോ, വേണ്ട വേണ്ട, മനസാക്ഷി കുത്തിലൂടെ വേണ്ട 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ നമ്മുടെ ജഡം പറയും വേണം വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനിടയ്ക്ക് ഈ പണിയെല്ലാം തന്നത് സോളാണ് നമുക്കിട്ട്. ഈ കാഴ്ച കണ്ടിട്ട്, ഈ കേൾവി കേട്ടിട്ട് ഇത് മിണ്ടാതെ നിൽക്കുകയാണ്, നിഷ്ക്രിയ. ഇവന്റെ ബുദ്ധി അഫലമായി പോവുകയാണ്, നമ്മൾ ചെയ്യാണ്ടിരിക്കുന്ന വിവേകം അഫലമായി പോവുകയാണ്. നമ്മളെ അങ്ങനെയുള്ള സംഘർഷമാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ സംഘർഷം അവിടെയാണ്. ഈ സോളും സ്പിരിറ്റും മറ്റേ ബോഡിയും തമ്മിലുള്ള സംഘർഷമാണ്. ഈ സംഘർഷം ഉണ്ടാകുന്ന അതിന്റെ മീഡിയ, അതിന്റെ മാധ്യമം ശരീരമാണ്. അതുകൊണ്ട് ശരീരത്തിലാണ് ശിക്ഷ വരുന്നത്. ശരീരത്തിലെ ശിക്ഷ അതിനാണ് ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം എന്നാണ് പ്രയോഗം. അപ്പൊ ശരീരത്തിന് ശിക്ഷ സർക്കാർ നമ്മളെല്ലാം കോടതി ശിക്ഷിച്ചിട്ട് നമ്മളെ കൊണ്ട് തടവറ ഇടുന്നത്, അത് ആത്മാവിനെയല്ല തടവറയിൽ ഇടുന്നത്, അല്ലെ ബുദ്ധിയല്ല തടവറ ഇടുന്നത്, ശരീരത്തിന് അടി കൊടുക്കുന്നത്, ശരീരത്തെ ശിക്ഷിക്കുന്നത്, ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്നത്. ശരീരം പ്രധാനമാണ്, ശരീരം സുപ്രധാനമായിരിക്കും. പറയാണ് ഈ ചിന്തകന്മാർ ഈ ബോഡി കൊള്ളൂല, ആ ബോഡി കൊള്ളൂല. നമ്മളും വരൂസ് ഇത് പറഞ്ഞിട്ടുണ്ടേ, ഇച്ഛിക്കാത്ത തിന്മ എന്റെ ശരീരം ചെയ്യാന്നേ, അത് കൊള്ളത്തില്ലെന്ന്. നന്മ ചെയ്യാനൊരു ആഗ്രഹം എന്റെ മനസ്സിൽ വരും, പക്ഷേ ഇച്ഛിക്കാത്ത തിന്മ വരിക എന്ന്. എനിക്ക് ആഗ്രഹമില്ലാത്ത കാര്യമൊക്കെ ഈ ബോഡി ചെയ്യുന്നു. നമുക്ക് ചിലപ്പോഴൊക്കെ ഇത് തോന്നിയിട്ടുണ്ട്, ബോഡി കൊള്ളൂല. അപ്പൊ ഇവര് പറഞ്ഞു ബോഡി കൊള്ളൂല. അവിടെ വരെ നമുക്ക് അവരോട് യോജിക്കാം. ശരീരത്തിന് ചില പ്രശ്നമുണ്ട്, ശരീരത്തിന് ചില കുഴപ്പമുണ്ട്, അത് കോപിക്കുന്നു, അത് അനിഷ്ടങ്ങൾ ചെയ്യുന്നു, അത് തെറ്റിലേക്ക് നയിക്കുന്നു. പക്ഷെ അടുത്ത കാര്യം പറയാ, അതുകൊണ്ട് നല്ലൊരു ദൈവത്തിന് ശരീരമെടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ചുരുങ്ങി പറഞ്ഞ യേശു ജഡത്തിൽ വന്നില്ല എന്ന് പഠിപ്പിച്ച ആളുകൾ ഈ കൊലോസ്യ സഭയിൽ ഉണ്ടായി. നല്ല ദൈവത്തിന് ശരീരം എടുക്കാൻ പറ്റില്ലെന്ന്. അപ്പൊ നമ്മൾ കണ്ടതോ ശരീരമുണ്ട് എന്ന് തോന്നിപ്പിക്കലായിരുന്നു. ഇതിനെ ജ്ഞാനവാദം എന്ന് പറയാം, നോസ്റ്റിസിസം. അപ്പോ നോസ്റ്റിക്കുകൾ ഇങ്ങനെ കൊലോസ്യ സഭയിൽ ശല്യം ചെയ്തപ്പോ ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. നമുക്കറിയാം, നമ്മുടെ ചർച്ചിൽ വളരെ വിവരമുള്ളൊരു ആള് വന്നിട്ട് തെറ്റി പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ ഒന്ന് ക്ലിയർ ചെയ്യുക വലിയ പാടാണ്. സഭാശുശ്രൂഷയുള്ള ദൈവാസന്മാരൊക്കെ ചിലപ്പോൾ ഇത് ഈ ഒരു പ്രൊഫൈലുള്ള ഒരാൾ വരുന്നു, പ്രൊഫൈലുള്ള ഒരാൾ വന്നിട്ട് ആവശ്യമില്ലാത്തൊരു കാര്യം പറഞ്ഞു പോയാൽ ഇതിനെ ആ സ്പോട്ടിൽ തിരുത്താൻ പറ്റില്ല. ആ സ്പോട്ടിൽ തിരുത്തുന്നതിന് മോശമാണ്. നമുക്കിപ്പം പല വാസന്മാര്, കേരളത്തിൽ നിന്ന് പല വാസന്മാര് അങ്ങോട്ടൊക്കെ അമേരിക്കയിലൊക്കെ വന്നിട്ട് എന്തെങ്കിലും അബദ്ധം പിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യുന്ന ആളുകൾ അവിടെയുണ്ട്. അത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ആ ലോക്കൽ ഭാഷ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അതൊരു പ്രധാനമായ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ തിരുത്തുന്നത്? അയാളുടെ പ്രൊഫൈൽ വലുതായിരിക്കാം, അയാൾ ഒരു നാട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളായിരിക്കാം, അവിടെ വന്ന് പറഞ്ഞത് ഒരു ഉപദേശരഹിതമായ ഒരു കാര്യമായിരിക്കാം. ഇതെങ്ങനെ തിരുത്തും? പറ്റില്ല, ആകപ്പാടെ പ്രശ്നം. അപ്പൊ ഈ ഫിഗർ, നിങ്ങളുടെ ആ പ്രൊഫൈൽ ഉണ്ടല്ലോ, ആ പ്രൊഫൈൽ ഒരു ദോഷമായി മാറും. ഇത് തിരുത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇത് രൂഢമൂലമായി കിടക്കുന്നു. അപ്പോൾ ഇത് ശരീരം ചെയ്ത അയാളുടെ ശരീരമായി തെറ്റ് ചെയ്ത്, അല്ല ആത്മാവ് ചെയ്ത തെറ്റല്ല. അപ്പൊ ഇതുപോലെ തന്നെ ഇവരും പറഞ്ഞു തുടങ്ങി ഇങ്ങനെയാണ്. അപ്പൊ ജനങ്ങളെ ഇത് സ്വാധീനിക്കും. പക്ഷെ ഇവരറിയുന്നില്ല, ക്രിസ്തു വന്നത് ജഡത്തിലാണ് എന്ന് പറയുന്ന ഇടത്താണ് നമ്മുടെ ജയം. കാരണം ഇതുവരെ മോശമെന്ന് കരുതി പാപം ചെയ്യാൻ ഉപയോഗിച്ച ആ ശരീരം കൊണ്ട് പരിശുദ്ധമായ ഒരു ബലിയായി ആ ശരീരത്തെ മാറ്റാൻ കഴിയും എന്ന് തെളിയിച്ച വലിയൊരു പ്രവൃത്തിയാണ് യേശുവിന്റെ ജഡധാരണം. നോക്കണം, നിങ്ങളും ഞാനും ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു വസ്തു, അല്ലെങ്കിൽ നിങ്ങളും ഞാനും കണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ ഭയക്കുന്നു, ആ ശരീരം ചെയ്യാൻ പോകുന്ന ദുഷ്കൃത്യങ്ങളെ ഭയക്കുന്നു. പക്ഷേ ആ ശരീരം കൊണ്ട് മഹത്വകരമായി ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ച യേശുവിനെ വിവരിക്കുകയാണ് ഈ കൊലോസ്യ ലേഖനത്തിലൂടെ. ആ കൊലോസ്യ ലേഖനത്തിൽ പറയാണ്, അങ്ങ് എബ്രായത്തിൽ പറഞ്ഞല്ലേ, തത്വത്തിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രവചിക്കാണെന്ന് പറഞ്ഞതാണ്, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദൈവത്തിന്റെ സമ്പൂർണതകൾ ദേഹരൂപമായി വസിക്കുന്ന ഉജ്ജ്വലമായ വ്യക്തിത്വമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഉൽപ്പത്തിയിലേക്ക് തന്നെ അതിനെ തിരിച്ചു കൊണ്ടുവരാം. ഉൽപ്പത്തിയിൽ പറയുന്നു, ആദിയിൽ ദൈവം ആകാശഭൂമികളെ സൃഷ്ടിച്ചു. അപ്പോ സകലതും അതിന് ഉപയോഗിച്ച പദം ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. അപ്പൊ ഉണ്ടാകട്ടെ
എന്ന ബാറ എന്ന ശബ്ദത്തിൽ നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ കാണാം കൃത്യമായിട്ട്. ആ ശബ്ദമായിരിക്കുന്നവൻ ജഡമെടുത്തു വന്നതാണ്. മറിയിലൂടെ നമ്മൾ കണ്ടത്, ക്രൂശിക്കപ്പെട്ടത് അതാണ്. അപ്പൊ ആ ശബ്ദത്തിന് വന്ന പരിവർത്തനം കണ്ടില്ലേ? ആ ശബ്ദത്തിന്റെ പ്രത്യേകത അത് ഇറ്റേണലാണ്. ആ ശബ്ദം എന്റെയും നിങ്ങളുടെയും ശബ്ദം പോലെയല്ല, ആജ്ഞാശക്തി ഉള്ളതാണ്, രൂപപ്പെടുന്നതാണ്. ആ ശബ്ദം എങ്ങനെ ഒരു ജഡമായി മാറി? ആ ശബ്ദം അതിനു മുമ്പ് എന്തായിരുന്നു? അപ്പൊ എബ്രായലേഖനം 1:8 വഴി ആ ശബ്ദം യേശുവായിരുന്നു എന്ന് തന്നെ സ്ഥിരീകരിച്ചിട്ട് ആ വചനം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ആ ഉണ്ടാകട്ടെ എന്ന ശബ്ദം. ഇനി അടുത്തൊരു കാര്യം, ഒരു ക്രമമാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ പലപ്പോഴും ആളുകൾ ധരിച്ചിട്ടുണ്ട്, ആദിയിൽ ദൈവം ഈ സ്വർഗഭൂമികളെ സൃഷ്ടിച്ചു, അതിനുശേഷം ഈ വെളിച്ചം സൃഷ്ടിച്ചു എന്നുള്ള ഒരു പ്രയോഗം കണ്ടിട്ട് ഇത് ഓർഡർ തെറ്റിപ്പോയതുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒന്നാമത് പറയുന്ന ടൈറ്റിലാണ് കേട്ടോ, ടൈറ്റിൽ. രണ്ടാമത് പറയുന്ന എക്സ്പ്ലനേഷനാണ് ആദ്യം പറഞ്ഞത്. ഇനി ഇതേ കാര്യം നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ വീണ്ടും കാര്യമായി എടുത്തു പറയുന്നു. ഉദാഹരണം 1947 ഇന്ത്യ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് വിമോചിതമായി എന്നൊരു ഹെഡിങ് പറയാം, അല്ലെ ആദ്യത്തെ പാരഗ്രാഫ് പറയും. അത്രയും പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരം ഒന്നും തീരത്തില്ല. എന്നിട്ട് പറയാം 1855 1857 മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ ഒരു വലിയ റവല്യൂഷൻ ഇന്ത്യയിൽ നടന്നു. അപ്പോൾ അതുവരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായിരുന്നു ഇന്ത്യ. അവിടെ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റിന് കീഴിലേക്ക് ഇന്ത്യ മാറി. അപ്പൊ ഇന്ത്യക്ക് 2 ഘട്ടമുണ്ട്. ഒന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചതുണ്ട്, ബ്രിട്ടീഷ് പാർലമെന്റ് ഭരിച്ച കാലം. അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റ് ഭരിക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടായി, ഒരു ഗവൺമെന്റ് സെക്രട്ടറി ഉണ്ടായി. മുമ്പ് വൈസ്രോയിമാര് ഭരിച്ച സ്ഥാനത്ത് ഇപ്പൊ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായി. അപ്പൊ നമ്മൾ പറയുന്നത് എന്തൊക്കെയാ പറയുന്നത്? നിങ്ങൾ തന്നെ പറഞ്ഞ 47 സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പോയി അങ്ങനെ വെക്കും. അതാണ് ചരിത്രത്തിന്റെ വിശകലനം. ആദ്യം പറഞ്ഞത് എന്ത് ഞാൻ പറയാൻ പോകുന്നു എന്നുള്ളതിന്റെ ആ ഷോർട്ട് നോട്ടാണ്. ഇനി പറയാൻ പോകുന്നത് അത് എങ്ങനെ കിട്ടിയെന്ന് പറയാൻ എനിക്ക് അല്പം കൂടെ പുറകോട്ടിറങ്ങണം. മനസ്സിലായല്ലോ? ഇതാ സംഭവിച്ചത്. കാരണം നമ്മൾ പറയാണ് കർത്താവായ യേശുക്രിസ്തു ജനിച്ചു എന്ന് പറയാ. ആ ജനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് മറിയയിലേക്ക് യോസേഫിലേക്ക് പോയിട്ട് മറിയയുടെ ജോസഫിന്റെ ഒരു കഥയും കൂടെ പറഞ്ഞു കുട്ടിക്കൂ. അപ്പൊ പുറകോട്ടിറങ്ങേണ്ടി വരും. അത് ഓർഡർ തെറ്റുന്നല്ല, ചരിത്ര വിശകലനം അങ്ങനെയാണ്, പുറകോട്ടിറങ്ങാണ്. അപ്പൊ ആദ്യം ഇതൊക്കെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് 1, 2 എന്ന് പറയുന്ന ആ ക്രമമാണ് ഇനി നമ്മൾ കണ്ടത്. അപ്പോ ഫസ്റ്റ് ഡേയിൽ നിങ്ങൾ കണ്ടത് ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്നൊരു പ്രയോഗമാണ്. ലെറ്റ് ദെയർ ബി ലൈറ്റ് അല്ലെ? ഈ ലെറ്റ് ദെയർ ബി ലൈറ്റിലാ തുടക്കം. ലെറ്റ് ദെയർ ബി ലൈറ്റിലാണ് തുടക്കം, അല്ലാതെ സ്വർഗവും ഭൂമിയും ആദ്യം സൃഷ്ടിച്ചിട്ട് ബാക്കിയല്ല. അപ്പൊ നമുക്ക് മനസ്സിലായി തോന്നുന്നു. ആദ്യം പറഞ്ഞ ടൈറ്റിലാണെന്ന്. ആദ്യം പറഞ്ഞ ഇൻട്രൊഡക്ഷനാണ്. ഇൻട്രൊഡക്ഷൻ ഇതിനകത്തേക്ക് കയറുകയാണ്, കൈകാര്യം ചെയ്യാൻ പോകുന്ന ആ വിഷയക്രമത്തിലേക്ക് കയറുകയാണ്. പക്ഷേ ഈ ജോർജ് ഗാമോവിന്റെ തിയറിയിലെല്ലാം തന്നെ, അല്ലെങ്കിൽ ബിഗ് ബാങ്കിലും പോലെ, അപ്പൊ നമുക്ക് അവിടെ എടുക്കാം. ഇതിലുണ്ടായത് എന്താ? ഈ എനർജി രൂപപ്പെടുക ആദ്യം തന്നെ സംഭവിച്ചു. എനർജിക്ക് കൺവേർഷൻ വരിക, എനർജി വന്നിട്ട് മാറിയിട്ട് വെളിച്ചമായി ശോഭിക്കുക, ബിഗ് ബാങ്കിൽ ഇത് സംഭവിക്കുക. അപ്പോ ദെയർ ബി ലൈറ്റ് എന്ന് പറയുന്ന ആ ചിന്തയോട്, ശാസ്ത്ര ചിന്തയോട് ചേർന്ന് നിൽക്കുന്ന ഒറ്റ കൃതിയെ ലോകത്തുള്ള സൃഷ്ടിക്ക് അത് വിശുദ്ധ ബൈബിളാണ്. ബൈബിൾ മാത്രമാണ് വെളിച്ചത്തിലൂടെ, വെളിച്ചത്തിന്റെ ആ സൃഷ്ടിയെ പറ്റി. അപ്പോ വെളിച്ചം സൃഷ്ടിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഈ വെളിച്ചം യേശു ക്രിസ്തു ആണെന്ന് വാദിക്കുന്ന ആളുകളുടെ യഹോവ സാക്ഷിയൊക്കെ, അത് തെറ്റാണ്. ഇതൊരു അക്ഷരാർത്ഥ വെളിച്ചത്തെ പറ്റിയാണ്. യേശു സൃഷ്ടിയൊന്നുമല്ല. അപ്പോ യേശു ഉണ്ടായിരുന്നവനാണ്, കർത്താവിന് ആരംഭമില്ല. അപ്പോ പിതാവിനോടുകൂടെ എന്നും ഉണ്ടായിരുന്നവൻ. അതുകൊണ്ടാണ് നിത്യപിതാവ് എന്ന പദത്തിന് അർത്ഥം വരുള്ളൂ. നിത്യപിതാവെന്ന് നമുക്ക് പിതാവിനെ വിളിക്കണേ പോലും ഒരു പിതാവ് നിത്യനാണെങ്കിൽ പുത്രനും നിത്യനായിരിക്കണം. മനസ്സിലായല്ലോ? ഞാൻ നിങ്ങൾ നിത്യപിതാവ് അല്ലാത്തതുകൊണ്ടാ നമുക്ക് 25ഓ 28ഓ വയസ്സിലൊക്കെ ഒരു മകനുണ്ടായി. അപ്പൊ നമ്മളാരും നിത്യപിതാവ് ആകത്തില്ല. സ്തോത്രം. അപ്പോ നമ്മൾ നിത്യപിതാവ് എന്താ? പിതാവ് നിത്യപിതാവ് എന്നെങ്ങനെ നിത്യപിതാവാകാൻ കാരണമുള്ളൂ? പിതാവ് എന്നുണ്ടോ അപ്പോഴേ പുത്രനും ഉണ്ടാകണം ആ സമയത്ത് തന്നെ. അപ്പൊ ദൈവത്തിന് മാത്രമേ അത് പറ്റുള്ളൂ. എന്നുകൊണ്ട് പുത്രൻ, എങ്കിലേ ഇറ്റേണൽ എന്ന പദത്തിന് അർത്ഥം വരുള്ളൂ, അല്ലെ ബിഗിനിങ് ഉണ്ടാവും. അപ്പൊ ആ പദത്തിൽ തന്നെ കിടപ്പുണ്ട്, ലോജിക്കലി ഒരു മീനിങ് കിടപ്പുണ്ട്. നിത്യപുത്രനും അങ്ങനെ തന്നെയാണ്. സാധനം നിത്യപുത്രനും ഒക്കെ നമ്മൾ പാടില്ലേ? നിത്യപിതാവെന്ന് നിത്യപുത്രൻ എന്ന് പറയുമ്പോഴേക്ക് രണ്ടുപേരും സെയിം ടൈമിലാണ്. ഉണ്ടായതിന്റെ പദം തെറ്റാണെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ പദം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നിത്യൻ, ഇറ്റേണൽ എന്നൊക്കെ പറയുന്ന അർത്ഥം അതാണ്. നമുക്ക് ഇറ്റേണൽ ആകാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയണ്ടേ? നമുക്ക് ബിഗിനിങ് ഉണ്ട്, അവസാനം ഇല്ല. പക്ഷെ ദൈവത്തിൽ അങ്ങനല്ല, ആരംഭം ഇല്ല എന്നുള്ളതാണ്, അവസാനം ഇല്ല എന്നുള്ളത്. അപ്പൊ ഇനി ഈ ഭൂമി പാഴായിരുന്നു, ശൂന്യമായിരുന്നു, ഇരുന്നു, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ട്. ഇവിടെ ഗ്യാപ് തിയറി എന്നൊരു ആശയം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഗ്യാപ് തിയറി ഒരാൾ സത്യമാണെന്ന് തെളിയിച്ചാലും അല്ലെങ്കിലും എനിക്ക് വിരോധമുള്ള ഒരാളല്ല. അത് നമ്മളെ അപകടപ്പെടുത്തുന്നില്ല. ഈ ഗ്യാപ് തിയറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1-ാം വാക്യത്തിനും 2-ാം വാക്യത്തിനും ഇടയ്ക്ക് ദീർഘകാലങ്ങളിലെ വ്യത്യാസമുണ്ട് എന്നുള്ളൊരു വാദം. ആ വ്യത്യാസം ഉണ്ടെങ്കിൽ നല്ലത്, പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്റെ പഠനം ആ വഴിക്കല്ല. അപ്പോ 1-ാം വാക്യത്തിനും 2-ാം വാക്യത്തിനും ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകണം എന്ന് ചിന്തിച്ചത് ഈ ബൈബിളിലെ കാലഘട്ടങ്ങളെ ഒന്ന് ക്രമപ്പെടുത്താൻ വേണ്ടി, ആ പല ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ വേണ്ടി ഡാളസ് തിയോളജിക്കൽ സെമിനാരിയും അതുപോലെ സ്കോഫീൽഡ് ബൈബിളും അതിന്റെ രചയിതാക്കളും ഒക്കെ ചേർന്നാണ് ഇത്തരം ഒരു വാദം മുമ്പോട്ട് കൊണ്ടുവരുന്നത്. അവരിലൂടെയാണ് അത് പ്രചരിക്കുന്നത്.
എനിവേ അതിനകത്ത് തെറ്റൊന്നും ഇല്ലെങ്കിലും അത്തരത്തിൽ ഈ ശാസ്ത്രത്തിന്റെ ചിന്തകളെ ഭയന്ന് നമ്മൾ ഓടേണ്ട കാര്യമൊന്നും അതിന് എതിരല്ല ബൈബിളൊന്നും. ഒരു പ്രശ്നത്തെ സാധൂകരിക്കാൻ വേണ്ടി അന്യായമായ ജസ്റ്റിഫിക്കേഷൻസ് നമുക്കൊരാവശ്യമുള്ള കാര്യമാണ്. കാരണം ഇനി വരുന്ന ഒരു തലമുറയോട് ഈ ജസ്റ്റിഫിക്കേഷൻ ആണ് നമ്മൾ പറയുന്നെങ്കിൽ അവർക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അവർക്കതിനെ പെട്ടെന്ന് ആളുകൾ അതിൽ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ട്, ഇത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അനുഭവിക്കുന്ന പ്രയാസത്തെ നമുക്ക് അത് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പൊ അതിനൊരാവശ്യമില്ല. ഉദാഹരണം, യേശുവിന്റെ 3 ദിവസങ്ങൾ, കല്ലറയിലിരുന്ന 3 ദിവസം, ആ 3 ദിവസങ്ങൾ മനുഷ്യപുത്രൻ എന്താ പറയാ, യോന മത്സ്യത്തിന്റെ ഉദരത്തിൽ ഇരുന്ന പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഇരിക്കേണ്ടതാണ്. ആ കണക്ക് കൂട്ടി കിട്ടുന്നില്ലെങ്കിൽ യേശു ഒരു പകലിൽ കൂടെ പോയെന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ പകല് കുറച്ചു നേരം രാത്രി ഉണ്ടായെന്നൊക്കെ പറഞ്ഞ ആളുകൾ 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ഇത് കേൾക്കുന്ന ഒരാൾക്ക് പറയാം ഈ ഇന്റർപ്രിട്ടേഷനകത്ത് ആത്മാർത്ഥയില്ല. അത് കിടന്ന് നമ്മൾ വല്ലാതെ വിഷമിക്കുകയാണ്. അത്രയും സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല. അത് കണ്ടെത്താൻ എളുപ്പമാണ്. അത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഒരു ഫ്രേസാണ്. ഉദാഹരണം, ഈ യോന കൃത്യം 24 മണിക്കൂർ വീതം പോയി അങ്ങനെ വീണ കൃത്യ 24, അടുത്ത 24 പുറത്തു വന്നൊന്നല്ല. യൂസേജിൽ അങ്ങനെയാണ്, ഉപയോഗക്രമത്തിൽ അങ്ങനെയാണ്. എങ്ങനെയാണോ യോന ഇരുന്ന അതുപോലെ ക്രിസ്തു, എങ്ങനെയാണോ ക്രിസ്തു ഇരുന്ന അതുപോലെ യോനയും 3 രാവും 3 പകലും കിട്ടുന്നുണ്ട്. 3 രാവിലൂടെയും 3 പകലിലൂടെയും പോയാൽ മതി. ആ 24 hours പോകണമെന്ന് നിയമമില്ല. അങ്ങനൊന്നും ഒരു ഭാഷാപ്രയോഗത്തിലില്ല. ഭാഷാപ്രയോഗം എപ്പോഴും എടുക്കേണ്ടത് ആ ലിറ്ററലി അല്ല, അത് എങ്ങനെ സാധൂകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ പോലെ ഈ വാക്യങ്ങൾക്കിടയിൽ എന്തൊക്കെയോ സംഭവങ്ങളും എന്തൊക്കെയോ കാര്യങ്ങളും കൊണ്ടുവന്ന് വെക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒത്തിരി അവിടെ പ്രതിരോധത്തിലാകുകയാണ്. ഇത്രയും നമ്മൾ ഒഫൻസീവായിട്ട് കാര്യങ്ങളെ കാണേണ്ട ഒരു കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്കത് കുറെ കൂടി ഒന്ന് ചിന്തിച്ചു പോകാം. ഇവിടെ ഒരു കാര്യം കാണുന്നത്, ഇരുള് ഓൾറെഡി ഉണ്ടാകും. ഇരുൾ ഓൾറെഡി ഉള്ളപ്പോൾ ഇരുളൊരു സൃഷ്ടിയാണ്. ഇരുള് എങ്ങനെയാണ് ഉണ്ടായത്? ഇരുളൊരു സംഭവമാണ്. അതെങ്ങനെ വന്നു? അപ്പൊ ഇതിനകത്തൊരു കാര്യം കാണേണ്ടത്, ഈ തീർച്ചയായിട്ടും ഈ ആദിമഭൂമിക്ക്, ഭൂമിയിൽ ദൂതന്മാർ പാർത്തിരുന്നു എന്നൊരു സത്യമാണ്. ആദിമഭൂമി ഒരു ആവാസ വ്യവസ്ഥയായിരുന്നു എന്നൊരു സത്യം. അത് സാധൂകരിക്കുന്ന നിരവധി തെളിവ് നമ്മൾ. അതിലൊരു കാര്യം, ഈ ആദിമഭൂമിയുടെ ആരാധന ദൂതന്മാരവിടെ നിർവഹിച്ചു എന്നൊക്കെ കാണാൻ പാകത്തിൽ നമുക്ക് ഇതിനെ വാക്യം. ഉദാഹരണം, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായി? പ്രഭാത നക്ഷത്രങ്ങൾ അന്ന് ഘോഷിച്ചുല്ലസിച്ചു. ദൈവപുത്രന്മാരല്ല ആർക്ക്? അപ്പൊ ദൈവപുത്രന്മാർ ആർക്കെന്ന പ്രഭാത നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിക്കുന്ന ആ ഘട്ടത്തിൽ ഈ ഭൂമി എത്ര നാൾ ഇങ്ങനെ കഴിഞ്ഞു? അപ്പൊ ഈ നാൾ എന്ന് പറയുന്ന പോലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒരു ദിവസം പോലെ മാത്രം ഇരിക്കുന്നൊക്കെ പറഞ്ഞ പോലെയാണ്. ആ ജീവജാലങ്ങൾ ആരാധിക്കുന്ന ഭൂമി ദൂതഗണങ്ങളുടെ പാവത്താൽ അത് ശൂന്യവും പാഴുമായി എന്ന പദം ശരിയാണ്. ഈ ശൂന്യം ആവുക, പാഴാവുക എന്നതിന് OMG ആൻഡ് OID, അതിൽ ഹീബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ രസകരമാണ്. തോഹു, THOHU, തോഹു എന്നൊരു പദമാണ്. ഓഹു എന്ന മറ്റൊരു പദമാണ്. തോഹു ആൻഡ് ഓഹു, 2 പദങ്ങൾ. അപ്പൊ ഈ ശൂന്യത്തിനും പാഴിനും ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കും അർത്ഥരഹിതമായ ഒന്നിലേക്ക്, ഉൽപാദനക്ഷമതയില്ലാത്ത ഒന്നിലേക്ക്, ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത ഒന്നിലേക്ക് ഇവ ആയിത്തീർന്നു. അപ്പൊ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുന്ന ഒരിടത്ത്, അർത്ഥക്ഷമത നഷ്ടപ്പെടുന്ന ഒരിടത്ത് ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രയാസങ്ങൾ നിങ്ങൾ ഓർക്കുക. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇതിനെ നേരിടാൻ ഉപയോഗിച്ച ഒന്നാമത്തെ സൃഷ്ടി വെളിച്ചമാണ്. അപ്പൊ അതിനു മുമ്പ് ഈ സംഭവമുണ്ട്. ഇതിങ്ങനെ നിലനിൽക്കുന്ന ഭൂമിക്ക് ഒരു കാലം അക്രഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഇത് തുടർച്ചയാണ്. ആ ഭൂമി അങ്ങനെ ഗ്യാപ്പായിട്ട് കിടക്കല്ല, അത് തുടരുകയാണ്, കണ്ടിന്യൂറ്റി ഉണ്ട്. കാരണം ഭൂമിക്ക് ഈ പ്രശ്നമുള്ളൂ, അപ്പോഴും ദൈവം തന്റെ പ്രവൃത്തി തുടരുന്നുണ്ട്. ഭൂമി ഒരു ചെറിയ പ്ലാനറ്റാണ്. അത് എന്തുദ്ദേശത്തിൽ സൃഷ്ടിക്കപ്പെട്ടുവോ ആ ഉദ്ദേശത്തിന് വിഘാതം വരത്തക്ക വിധം ദൂതഗണങ്ങൾ പാപം ചെയ്തു എന്നുള്ളൊരു സത്യമാണ്. ദൂതഗണങ്ങൾ, ലൂസിഫറിന്റെ പതനം, ആ പതനത്തിന് ശേഷം ഭൂമി പാഴായി ശൂന്യമായി എന്നതും ഇതര വാക്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമായിട്ട് ഞാൻ അങ്ങോട്ട് എംഫസൈസ് ചെയ്യുന്നില്ല. ആ കിടപ്പിൽ അതിനെ നേരിടാൻ ഉപയോഗിച്ചത് ദൈവം തന്റെ വെളിച്ചമാണ്. അപ്പൊ വെളിച്ചത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്നത് ഇരുളുള്ളിടത്താണ് ഏറ്റവും ഇരുള് എന്ന് പറയുന്നിടത്തെ വെളിച്ചത്തിന് നിലനിൽപ്പുള്ളൂ. ഐൻസ്റ്റീൻ്റെ ഒരു തിയറി ഉണ്ടല്ലോ, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോ ഈ റിലേറ്റിവിറ്റി തിയറി തന്നെ എടുത്താൽ ഒന്നിനെ കേന്ദ്രീകരിച്ച് ഒന്ന് പറയാൻ പറ്റും. എന്താ വെളിച്ചം? ഇരുളില്ലാത്ത അവസ്ഥ. എന്താ ഇരുള്? വെളിച്ചമില്ലാത്ത അവസ്ഥ. അത് പരസ്പര പൂരകമാണ്. ആ തിയറി അങ്ങനെയാണ്. അപ്പൊ ഒന്നിൽ നിന്ന് മറ്റൊന്ന്, മറ്റൊന്നിൽ നിന്ന് മറ്റൊന്ന്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ വെളിച്ചം കൊണ്ട് ഇരുളിനെ മുഴുവൻ തമസ്കരിച്ച് ഇരുളിനെ നശിപ്പിച്ചിട്ട് വസ്തുതയെ വ്യക്തമാക്കി കാണിക്കുക. അപ്പൊ ഈ വെളിച്ചം വരുമ്പോൾ സംഭവം
എന്താണ് ഉള്ളതെന്നുള്ളതിന്റെ ആ റിയാലിറ്റി ബോധ്യപ്പെടുത്തി തരും, ഒരു വസ്തുതയെ ബോധ്യപ്പെടുത്തി തരും. അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടിയില് ആധികാരികമായ ഒന്ന് ഈ വെളിച്ചമായി. അപ്പോ ഈ വെളിച്ചം ഉണ്ടാകുന്നതിന് മുമ്പ് പറയാണ്, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ശരിക്കും ഇരുന്നത് മെഗാഹിരോ, അതായത് ആവസിച്ചുകൊണ്ടിരുന്നു, പൊരുന്നിരിക്കുക, മുട്ടക്കട ഇരിക്കുന്ന കോഴിയെ പോലെ അത് പൊരുന്നിരുന്നു. സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വൈബ്രേറ്റിംഗ് അപ്പോൺ ദ വാട്ടർ എന്നൊരു പ്രയോഗം ഇംഗ്ലീഷിൽ കാണും. ഇതിന്റെ മീതെ ഇരുന്നു. ഈ മീതെ ഇരിക്കുന്നത് ഒരു കൺട്രോളാണ്. കാരണം ഇരുൾ ഉണ്ടെങ്കിലും ആ ഇരുളിന് വ്യാപിക്കാൻ കഴിയാത്ത ഒരു വെളിച്ചം അതിനപ്പുറത്തുണ്ട്. അപ്പൊ ഇരുളിന് വരാൻ പറ്റിയ പരമാവധി ഇടമുണ്ട്, അതിനപ്പുറത്തും വെളിച്ചമുണ്ട്. ആ വെളിച്ചം ദൈവിക വെളിച്ചമാണ്. ആ ദൈവിക വെളിച്ചം പ്രപഞ്ചത്തെ മുഴുവൻ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് പിന്നെ ഏത് വെളിച്ചമാണ്? അത് സൂര്യന്റെയും ചന്ദ്രന്റെ ഒന്നുമല്ല, നിരവധി പ്രകാശ സ്രോതസ്സുകൾ പ്രപഞ്ചത്തിൽ. അപ്പോ ഈ വെളിച്ചമുണ്ടാകട്ടെ എന്ന പ്രയോഗം ദൈവത്തിങ്കലെ വെളിച്ചത്തിന്റെ ഒരളവ് നമുക്ക് തരട്ടെ എന്നല്ല. ആ വെളിച്ചം യേശുക്രിസ്തുവാണ്, ആ പ്രകാശം യേശുക്രിസ്തുവാണ്. പൊരുന്നിരുന്ന ദൈവപരിശുദ്ധാത്മാവിന്റെ ആ പ്രകാശം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയാണ്. ആത്മാവിന്റെ ജോലിയാണ് ഈ ഇരുട്ടിന് വരാൻ കഴിയാത്ത വിധം അതിന് മീതെ ഒരു തടസ്സമിടുക. ഇതിനപ്പുറത്തേക്ക് വെളിച്ചം വ്യാപിക്കുന്നില്ല. ആ ഇരുട്ടിനെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഇനി ഇരുട്ടിന് പ്രസക്തിയില്ല, ഇരുട്ടൊരു ആവശ്യകതയാക്കി ചുരുക്കിക്കൊണ്ട് വെളിച്ചത്തെ സർഗാധികാരിയായി വെളിച്ചം ഇതിന്റെ മീതെ വാഴാൻ ദൈവം ഇടയാക്കി. അപ്പൊ ഇതാണ് ആദ്യ വാക്യത്തിൽ മനസ്സിലാക്കുക, വെളിച്ചം. അപ്പൊ ഈ വെളിച്ചം എന്നതിന് ഇരുട്ടിനെന്നതിനും രണ്ട് പദങ്ങളുണ്ട്. ഓർ എന്നാണ് വെളിച്ചത്തിന് പറയുന്നത്. ഓർ എന്നൊരു പദം, ഓആർ. ഇംഗ്ലീഷിലെ ഓആറിന് വേറെ അർത്ഥമുണ്ട്, ഓർ. ആൻഡ് ലൈല എന്നൊരു പദമാണ് ഇരുട്ടിന്. ആ പേരുള്ളവരുണ്ട്, ഓർത്തോണം, അർത്ഥം ഇരുട്ടെന്നാണ്, ലൈല. ലൈല ഓർ എന്ന് പറഞ്ഞാൽ വെളിച്ചവും ഇരുളും. അപ്പൊ വെളിച്ചവും ഇരുളും ഒരു ആവശ്യകതയാണ്. കാരണം ഈ ഇരുള് വിശ്രാമത്തിന് വേണ്ടി ഉള്ള ഒരു സംവിധാനം കൂടിയാണ്. അപ്പോ ഇരുൾ ആവശ്യമായിരിക്കുന്നതിന് വെളിച്ചം എല്ലായ്പ്പോഴും ആവശ്യമില്ല. ഇരുളും വെളിച്ചവും ഇത് അക്ഷരാർത്ഥം തന്നെ എടുക്കേണ്ടതാണ്. തിന്മയായി തന്നെ ഇരുളിനെ പറയുന്ന ഭാഗമുണ്ട്, വെളിച്ചത്തെ നന്മയായും പറയുന്ന ഭാഗം. എന്നാൽ ഇവിടെ ഇരുളും വെളിച്ചവും ഒരു പാരസ്പര്യമാണ്. പക്ഷേ അതുവരെ ഇരുൾ മൂടിക്കിടന്നയിടത്ത് വെളിച്ചം കൂടി വന്നു. അവിടെ നിന്ന് പ്രപഞ്ചക്രമം ദൈവം ഒരു പുനർനിർമ്മിതിയിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അവിടെ കാണേണ്ടത് ഈ ഒന്നാം ദിവസം രണ്ടാം ദിവസം എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ നമ്മൾ കാണുന്ന 24 hours അല്ല. ആ ക്രമം ദൈവ പദ്ധതിയിലെ ക്രമം തന്നെയാണ്. എത്ര വർഷമെന്നോ എത്ര കാലമെന്നോ, ഞാൻ അതിനാണ് ഇന്നലെ ഒരു ഉദാഹരണം പറഞ്ഞത്. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രത്തിൽ ചെല്ലാൻ 33 പ്രകാശവർഷം. അവിടെ പോയ ഒരാൾ വരുമ്പോഴേക്ക് ഭൂമിയിൽ ഒരുത്തൻ 66 വയസ്സായിരുന്നു. പക്ഷെ ഈ പോയവന് പ്രായമുണ്ടാവില്ല, വേഗത കാരണം പ്രായമുണ്ടാവില്ല. ഞാൻ ഇതേപ്പറ്റി നമ്മുടെ EC ജോർജ് സുദർശൻ എന്ന പേരുള്ള ഒരു സയന്റിസ്റ്റും, അദ്ദേഹം മനോരമയിലെ ഒരു മാധ്യമപ്രവർത്തനമായിട്ട് നടത്തുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ടായി, ജോണി ലൂക്കോസ് ആയിട്ട്. ആ ഇന്റർവ്യൂവില് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വേഗതയെ പറ്റി പറയുമ്പോൾ ഐൻസ്റ്റീന്റെ വേഗതയേക്കാൾ, ഐൻസ്റ്റീൻ കണ്ടുപിടിച്ച പ്രകാശവർഷത്തേക്കാൾ വലിയ വേഗമുണ്ടെന്നാണ് മലയാളിയായ EC ജോർജ് സുദർശൻ എന്ന കോട്ടയംകാരനായ ഒരു സയന്റിസ്റ്റ് പ്രബന്ധം അവതരിപ്പിച്ചു. അദ്ദേഹം അത് ഒന്നുകൂടി പറഞ്ഞു. തിയററ്റിക്കൽ ഫിസിക്സിലാണ് അദ്ദേഹത്തിന്റെ ഗവേഷണം. അദ്ദേഹം പറഞ്ഞ കാര്യം, പക്ഷെ അതിന് പ്രത്യേകതയുണ്ട്. ആ വേഗതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ആ വേഗതയില് ഞാനിപ്പോ ഇവിടുന്ന് ആ വേഗതയിൽ സഞ്ചരിച്ച് തിരിച്ചിവിടെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. വേഗത കാരണം മനസ്സിലാവില്ല ഇങ്ങനെ ഒരാൾ പോയിട്ട് ഇവിടെ വന്നു എന്ന്. വേഗത കാരണം മനസ്സിലാകാതെ അത്ര സ്പീഡിൽ ഇവിടെ വരും. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലാകും, നിങ്ങളിൽ പലർക്കും 100 കണക്കിന് വയസ്സ് പ്രായമായി. ഈ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്ന ആളുകൾക്ക് ഞാൻ ആ വേഗതയിൽ സഞ്ചരിച്ചിട്ട് വരുമ്പോഴേക്ക് വയസ്സും പ്രായവും പ്രായാധിക്യവും കൊണ്ട് മറ്റു മനുഷ്യരായി ഒരു വേള കൊണ്ട് മാറും. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാലം കഴിഞ്ഞു പോയി, എനിക്കിപ്പുറത്ത് ഈ കാലമേ കിട്ടുന്നു. എനിക്കതൊരു ചെറിയ സംഭവം പോലെ. അതിനാ വചനം പറഞ്ഞേ, 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ഒരു ദിവസം പോലെ, രാത്രിയിലെ ഒരു യാമം പോലെ. ഞാൻ ആ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു ഈ വചനത്തിന്റെ ആ പ്രയോഗം. മനസ്സിലായില്ലേ? ഈ വേഗത കാരണം ഞാൻ മുഴു പ്രപഞ്ചത്തെയും ചുറ്റി വരുമ്പോഴേക്ക് ഇവിടെ ഉണ്ടായ മാറ്റം വലുതാണ്. 1000, 10,000, 25,000 സംവത്സരം കഴിഞ്ഞു. അപ്പോഴേക്ക് എനിക്കിത് രാത്രിയിലെ ഒരു യാമം പോലെ മാത്രം ഇരിക്കും. ഈ വേഗത പ്രകാശവർഷത്തിൽ സഞ്ചരിച്ചാൽ ഇങ്ങനെയാണെങ്കിൽ, അതിലും വേഗതയിൽ സഞ്ചരിച്ചാൽ ഇങ്ങനെയാണെങ്കിൽ, കണ്ണ് ഇമയ്ക്കുന്ന ഇടയിൽ ഞാൻ രൂപാന്തരപ്പെട്ടു വരുമ്പോഴേക്ക് എന്റെ മുമ്പിൽ പത്രോസും പൗലോസും യോഹന്നാനും അന്ത്രയോസും മോശയുമൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് അപരിചിതരാവില്ല വരും. എന്താ കാരണം? അവർക്ക് എന്നെയും അപരിചിതരാവാത്തതിന്റെ കാരണം എന്താ? ഒരു പുതുലോകത്തിന്റെ സമയക്രമത്തിലേക്ക് ഞാൻ പറിച്ചു നട്ടു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതാണ് തലകാല സീമകൾക്ക് വിധേയനല്ലാത്ത ഒരു ദൈവത്തിന്റെ പ്രവൃത്തി. സമയം ഒരു സങ്കല്പമായി മാത്രം മാറ്റിക്കൊണ്ട്
സമയത്തെ ഒരു സങ്കല്പക്രമമായി മാത്രം മാറ്റിക്കൊണ്ട് റിയാലിറ്റിയിലേക്ക് തന്നെ കൊണ്ടിരുന്നു. അപ്പോൾ ഈ 24 hours കൊണ്ട് ഒന്നാം ദിവസം എന്നുള്ള ഒരു ചിന്ത വിടുക. അതിന് ആ സമയക്രമം അത്യുന്നതന്റെ സമയക്രമം, ആ അത്യുന്നതന്റെ ഭാഷയാണ്, അത്യുന്നതന്റെ പ്രവൃത്തിയാണ്. 24 മണിക്കൂർ ഈ ഭൂമി സഞ്ചരിക്കുന്ന ആ സമയത്തിന്റെ സവിശേഷതയാണ്, ആ ഭ്രമണത്തിന്റെ പകലും രാത്രിയുമാണ്. അതുകൊണ്ടുള്ള ആ സൃഷ്ടിയാണിത് എന്നുള്ളൊരു ധാരണയിലേക്ക് വരണ്ട. എത്ര കൊല്ലം ഭൂമിയിലെ കഴിഞ്ഞാലും ഈ ഒരു ദിവസം തീരാത്ത വിധത്തിൽ സുദീർഘമാണ്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ കാണും. 7-ാം ദിവസം തീരുമ്പോൾ ഒരു പദം നിങ്ങൾക്ക് അവിടെ കാണാം. അവിടെ സന്ധ്യയായി ഉഷസുമായി. 7-ാം ദിവസം എന്നൊരു പ്രയോഗം ഇല്ല. ഒന്ന് നോക്കിയാൽ മതിയോ? അവിടെ സന്ധ്യയായി എന്നില്ല, ഉഷസുമായി എന്നില്ല. 7-ാം ദിവസം ആ പ്രയോഗം ഇല്ല. 6 കൊണ്ടത് തീർന്നു. അപ്പൊ അത് എത്ര നാൾ നിന്നു? ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാ കർത്താവ് പറയുന്നത്, തന്റെ ജനത്തിന് വീണ്ടും ഒരു ശബത്തനുഭവം ശേഷിപ്പിച്ചിരിക്കും. ഒരു ശബത്തനുഭവം. അങ്ങനെയെങ്കിൽ 7-ാം ദിവസം ഈ ആദമും ഹൗവയും ഒക്കെ ജീവിച്ചിരുന്ന 7-ാം ദിവസത്തെ എത്ര കോടിക്കണക്കിന് വർഷം ഭൂമിയിലെ ക്രമം അനുസരിച്ച് അവർ ജീവിച്ചു കാണുമെന്നുള്ളത് ധരിക്കാൻ പറ്റുമോ? എത്ര കോടിക്കണക്കിന് വർഷം അവർ ആ സന്തോഷമൊക്കെ അനുഭവിച്ച് ജീവിച്ചിരിക്കുക. മനുഷ്യന്റെ കണക്കിൽ ആ 7-ാം ദിവസവും സുദീർഘ യുഗങ്ങളായിരുന്നു. ചിന്തിച്ചു നോക്കുക. ഇനിയും ഇബ്രാഹിം ലേഖനം 4:1 പറയുന്നത്, ദൈവജനത്തിന് ഇതുപോലൊരു ശബത്തനുഭവം ഈ സന്ധ്യയാകുമ്പോഴൊക്കെ യഹോവയായ ദൈവം ഈ തോട്ടത്തിൽ ഇറങ്ങി വരുന്നു എന്നൊക്കെ പറയുന്ന പോലെ ദൈവവും മനുഷ്യനും മാത്രമുള്ള മനോഹരമായ ഒരു ശബത്തനുഭവം ശേഷിപ്പിച്ചിരിക്കും. ശബത്തുകാരൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ അവരും പറയണം, അയ്യോ ഞങ്ങൾ ശബത്തുകാരാണ്, ഞങ്ങൾ ശബത്തിനെതിരല്ല. നിങ്ങളോട് ആര് പറഞ്ഞു ഞങ്ങൾ ശബത്തിനെതിരാണ്? ശബത്തെന്ന ആചാരം ഞങ്ങളെ മീതെ നിന്ന് ഒരുവൻ എടുത്തു മാറ്റി. എന്റെ കാന്തൻ അതെടുത്തു മാറ്റിയിട്ട് എനിക്കൊരു പുതിയ ആരാധനക്രമം തന്നെങ്കിലും നിങ്ങൾ ഒരു ശബത്തിനെ കാത്തിരിക്കുന്നവരാണ്. ദൈവജനത്തിന് ഒരു ശബത്ത് ശേഷിച്ചിരിക്കുന്നു. ആ ശബത്തിന് വേണ്ടി കാത്തിരിക്കുക. ശബത്തിന്റെ ആചാരമാണ് വിലക്കിയത്. ശബത്തെന്ന ആചാരം ഞങ്ങൾക്കില്ല. ശബത്ത് എന്ന് പറഞ്ഞ ശനിയാഴ്ച ആരാധന ഞങ്ങൾക്കില്ല. ഇനി ശനിയാഴ്ച ആരാധിച്ചു നോർത്ത് പരിഭവം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ശബത്ത് ആചരണമില്ലാത്ത കാര്യം എന്താ? ശബത്തിനും കർത്താവായ ഒരുവനാണ് എന്റെ കാന്തൻ. അതുകൊണ്ട് മനസ്സിലായത്, ശബത്തിനും കർത്താവായവൻ. അപ്പൊ ലോ ആൻഡ് ഓർഡർ കയ്യിലെടുക്കാൻ നമ്മുടെ രാജ്യത്ത് കഴിയുന്നത് പോലീസിന് മാത്രമാണ്. മനസ്സിലായോ? ഇല്ല, പിടിയിട്ടില്ല. അതായത് ലോ ആൻഡ് ഓർഡർ പോലീസിന് കയ്യിലെടുക്കാം, അല്ലെങ്കിൽ ലോ മുമ്പോട്ട് പോവില്ല. അതാണ് നമ്മൾ തിരിച്ചു വരുമ്പോഴേക്ക് ആ പോയ വഴിയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി SHO നമ്മുടെ നാട്ടിൽ ഒരു പോലീസ് സ്റ്റേഷനിലെ ഉയർന്ന ഉദ്യോഗസ്ഥനെ പറയാം, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. ഇപ്പൊ അത് സർക്കിളാണ്. പണ്ട് നമ്മൾ സർക്കിൾ എന്ന് വിളിച്ച ആളാണ്, ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ്. അദ്ദേഹം പറയാണ്, ഇന്ന് നമ്മുടെ വണ്ടി ഇവിടെ ഈ വഴിക്കല്ല, ഇതിലെ വൺ വേ കയറ്റി വിടണം, വന്ന വഴിയെ വരാൻ പാടില്ല, കാരണം CM ഇതിലേ വരുന്നു, അല്ലെ പ്രൈം മിനിസ്റ്റർ വരുന്നതുകൊണ്ട് ഇങ്ങനെ പോകണം, ഇങ്ങനെ പോകണം. ഇത് പ്രൈം മിനിസ്റ്റർ അല്ല തീരുമാനിച്ചത്. പ്രൈം മിനിസ്റ്റർ പറയാ ഞാൻ ഇന്ന് അതിലേ വരിക, അതുകൊണ്ട് വണ്ടി വടക്കോട്ട് തെക്കോട്ടെന്ന് പുള്ളി പറയത്തൊന്നുമില്ല. ചീഫ് മിനിസ്റ്റർ പറയില്ല. ഇത് പറയാനുള്ള അധികാരം SHOയ്ക്കാണ്. കാരണം SHO ഇപ്പൊ നിയമം കയ്യിലെടുത്തു. എന്തിനു വേണ്ടിയാ? ഇത് പെർഫെക്റ്റ് ആയിട്ട് പോകാനേ, വണ്ടിക്ക് ഇടി നടക്കാതെ, ഈ ആളിന്റെ യാത്ര മുടങ്ങാതെ, നമ്മൾക്കും പ്രയാസം വരാതിരിക്കാൻ ഇന്നലെ വരെ കണ്ട വൺ വേ മാറ്റി വിട്ടേച്ച് ഇന്ന് വണ്ടിയല്ല ഇതിലേ വരും, ചെറിയ വണ്ടി ഇതിലേ പോട്ടെ, വലിയ വണ്ടി ഇതിലേ പോട്ടെ എന്ന് ഒരാൾ ചിന്തിച്ചു വിട്ടുന്നത് ലോ ആൻഡ് ഓർഡർ കയ്യിലെടുക്കുക. ജഡ്ജിക്ക് പോലും പറ്റില്ല, സുപ്രീം കോടതിയിലെ ജഡ്ജിക്കും പറ്റാത്ത അധികാരമാണ് അപ്പൊ ഈ പുള്ളിക്കുള്ളത്. കാരണം എന്താ? ആ സമയത്തേക്ക് SHOയ്ക്ക് അധികാരമുണ്ട്, ലോ ആൻഡ് ഓർഡർ കയ്യിലെടുക്കും. അപ്പോ ഈ ലോ ആൻഡ് ഓർഡർ കയ്യിലെടുത്ത ആള് നിയമം തെറ്റിക്കല്ല, കാരണം നിയമം പുള്ളിക്ക് കീഴില. അപ്പം നമ്മൾ കൊടുത്ത അധികാരമാണ് അദ്ദേഹത്തിന്. മനസ്സിലായില്ലേ? SHOയ്ക്ക് നമ്മൾ അധികാരം കൊടുത്തേ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഈ അധികാരം കൊടുത്തേ. പക്ഷെ നിയമം കൊടുത്ത അധികാരം അദ്ദേഹത്തിനുള്ളൂ. തൽക്കാലത്തേക്ക് അത് ഹോൾഡ് ചെയ്തേക്കുന്നതിനാണ്. ഈ നിയമത്തിന് വേണ്ടിയല്ല, നിയമം ജനങ്ങൾക്ക് വേണ്ടിയാണ്. മനസ്സിലായില്ലേ? സുഗമമായ ജീവിതത്തിന് വേണ്ടിയാണ് നിയമം. നിയമം ഒന്ന് പാലിച്ചേക്കാന്നോർത്തല്ല നിയമം. ഒരു നിയമം ഒന്ന് പാലിച്ചേക്കാം, നോ, അതിനല്ല, സുഗമമായ ജീവിതക്രമത്തിനാണ്. അങ്ങനെയെങ്കിൽ സകല നിയമത്തിന്റെയും ദാതാവായവൻ, ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റമെന്റും എല്ലാം കൊടുത്തവൻ എന്റെ കാന്തനായിരിക്കെ എനിക്കെന്ത് നിയമം? മനസ്സിലായില്ലേ? ഇത് കൊടുത്ത ആളില്ലേ, അതെന്റെ കാന്തനാണ്, എന്റെ ഫ്രണ്ടാണെന്ന്. ഞാൻ ആ ഫ്രണ്ടിനോട് കൂടെ ചേർന്ന് നടക്കുമ്പോ ലോ ആൻഡ് ഓർഡർ എന്റെ കയ്യിലായിപ്പോയി. മനസ്സിലായില്ലേ? ഒന്നുകൂടെ പറയാം. നമുക്കേ ജീവിതത്തിൽ സകലത്തിനും വീട്ടിലൊരു നിയമം ഉണ്ടല്ലോ, അതെടുക്കരുത് ഇതെടുക്കരുത് എന്നൊക്കെ നമ്മൾ മക്കളോട് പറയും. അപ്പൊ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണ് ഈ ബുക്ക് ആരെങ്കിലും എടുത്തിട്ട് അവിടുന്ന് മാറ്റി വെച്ച് ഇത് കണ്ടുപിടിക്കാൻ പാടാണ്, ഇത് എവിടെ ഇരിക്കുന്നു പിന്നെ പാടാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് കുട്ടികളോട് പറയും, ഈ ബുക്ക് വീഴുന്നവരോട് ചോദിച്ചിട്ട് അത് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് അറിയിച്ചിട്ട് എഴുതി നമ്മൾ കണ്ടുപിടിക്കാൻ പാടാണ്. കടലിൽ കിടന്ന പോലെ ഇതോടെ പോയി ഇടുന്നു, അപ്പോ വലിയ പാടാണ്. അപ്പോ ഇതൊരു ഓർഡറാ. അതുപോലെ തന്നെ വൈഫ് പറയും, എടാ അത് എടുക്കരുത്, പപ്പ വരുമ്പോൾ വിഷയം ഉണ്ടാക്കും, അവിടെ കയറരുത്, ഇന്ന മുറി കയറരുത്, ഇതെല്ലാം മക്കളോട് പറയും. ആ ഷെൽഫ് തുറക്കരുത്, നീ എന്തിനാണ് തുറക്കുന്നത്, പപ്പാടെ സാധനങ്ങൾ ഇരിക്കല്ലേ, അതിനകത്ത് ഡോക്യുമെന്റ്സ് ഇരിക്കുന്നു. ഇത് ഈ നിയമം ഇല്ലാത്ത ഒരാളുണ്ട്, ആരാന്നറിയണ്ടേ? വൈഫ്. ഭാര്യയ്ക്ക് അവിടെ നിയമമൊന്നുമില്ല, അവർക്ക് ഏത് മുറിയും തുറക്കാം, ഏത് ഷെൽഫും തുറക്കാം, ഏത് സ്ഥലത്തും ചെല്ലാം. മനസ്സിലായില്ലേ? മക്കൾക്ക്
വേറെ റൂമിൽ പ്രവേശനമില്ല, മറ്റൊരിടത്ത് പോകാനൊക്കില്ല, വൈഫിനെ എവിടെയും ചെല്ലാം. എന്താ കാര്യം? അധികാരം ആ കാന്തയാണ്. മനസ്സിലായില്ലേ? ഹസ്ബൻഡ് എവിടെ പോവോ അതെല്ലാം വൈഫിനും ബാധകമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതുപോലെയാണ് യേശു എന്ന കാന്തന്റെ അടുത്ത് എനിക്ക് നിയമം ബാധകമല്ലാതിരിക്കുന്നതുകൊണ്ടാ, നിയമം കയ്യിലാണെന്ന്, താൻ്റെ ഇവിടെ ഇരിക്കുകയാണെന്ന്. അതാ ശബത്ത്. മനസ്സിലായില്ലേ? നമ്മുടെ അധികാരമാണെന്നത്, നമ്മുടെ അവകാശമാണെന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ക്രിസ്തു ഉണ്ടെങ്കിൽ ആ കൂടെ പോയ ശബത്തനുഭവമല്ലേ ക്രിസ്തുവിനോട് കൂടെ. അത് വെറുതെ അയിലേ പോലല്ലോ ആ ശബത്തിൽ. ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതമാണ് നമ്മുടെ. മനുഷ്യപുത്ര ശബത്തിനും കർത്താവാകുന്നു. ശബത്തിന്റെ അധികാരി കൂടെ നിൽക്കുമ്പോ പിന്നെന്ത് ശബത്താണ്, പിന്നെന്ത് കാര്യമാണ്? ആ അവനോട് കൂടെയാണ് എന്റെ യാത്ര. അപ്പൊ കർത്തൃത്വ തരും നിയമത്തിന് ഞാൻ മീതെയായി. ന്യായപ്രമാണത്തിന്റെ നീതിക്ക് മീതെ ഞാൻ എത്താൻ കാരണം എന്താണ്? അത് പാലിച്ചവൻ കൂടെ നിൽക്കുകയാണ്. അത് കളഞ്ഞ ആളല്ലെന്ന്, അത് സ്ഥാപിച്ചെടുത്ത ആള് കൂടെ നിൽക്കുകയാണ്. പലപ്പോഴും ആളുകളുടെ ധാരണ നമ്മൾ നിയമം തെറ്റിക്കുന്നവരാണെന്ന്. അല്ലെന്ന്. ക്രിസ്തു നിയമം തെറ്റിച്ചില്ലെന്ന്, നിയമം പാലിച്ച് ജയിച്ചു തന്നു. ഉദാഹരണം, വീട് ജപ്തി ചെയ്യാൻ വന്നിരിക്കുക, നിയമം ജപ്തി ചെയ്യാൻ വന്നിരിക്കെ നമ്മളെ ഈ വന്നിരിക്കുന്ന കോടതി ജാമ്യനില്ലേ നടപ്പിലാക്കാൻ വന്നിരിക്കുന്ന ആളെ എന്നാ കാര്യം ഇന്നത്, ഇയാൾ ഇത് കണ്ടായിരുന്നോ, എന്നാ ഇത് അടച്ച രസീത് കണ്ടിരുന്നു? ഇല്ല. അന്നേരം അയാൾ പറയാം അതെനിക്കറിയത്തില്ല, എന്നോട് ജപ്തി ചെയ്യാനാ പറയാം. അപ്പോ കാരണം എന്തറിയോ? എനിക്ക് വേണ്ടി ഒരുത്തം കൊണ്ട് ഇന്നലെ പൈസ അടച്ചു, ഇത് ഇങ്ങനെ അറിഞ്ഞില്ലേ, ഇയാൾക്കോ അത് കിട്ടിക്കാണും. എനിക്ക് വേണ്ടി ഒരുത്തം കൊണ്ട് പണം അടച്ച് എന്നെ റിലീസ് ചെയ്തിരിക്കുകയാണ്. എന്റെ പരിപാടിക്കകത്ത് ഇങ്ങനെ കിടടാൻ പറ്റാത്തതിൽ എന്റെ ഒരു പേപ്പർ ഉണ്ട്, നിങ്ങൾക്ക് കയറട്ടെ. ഈ പേപ്പറാ എന്റെ ഇരിക്കുന്ന ന്യൂ ടെസ്റ്റമെന്റ്. ന്യായപ്രമാണം വന്നിട്ടേ എന്നെ കല്ലെറിഞ്ഞു കൊല്ലാൻ തുടങ്ങുകയാണ്. നീ ഭാവിയാണ്, കല്ലെറിഞ്ഞു കൊല്ലും. കല്ലും കൊണ്ട് വരുമ്പോ ഞാൻ പറയാം നോ, ഇത് കണ്ടോ ഞാൻ സങ്കേതത്തിൽ കയറിയിരിക്കുന്ന എന്നെ നീ എങ്ങനെ കല്ലെറിഞ്ഞു കൊല്ലും? ഇത് കണ്ടോ ഇരിക്കുന്ന സാധനം, ഇത് കണ്ടോ? നീ പറഞ്ഞത് ശരിയാ, ഞാൻ പറഞ്ഞത് ശരിയാ, പക്ഷെ കൂടുതൽ ഞാൻ പറഞ്ഞത് ശരി. കാരണം നീ ചോദിച്ചതെന്തോ അത് എന്റെ കാന്തൻ തന്നിട്ടുണ്ട്. എന്തോ സ്വന്തം രക്തം ഒഴുക്കി തന്നിട്ട് എന്നെ വിലക്ക് വാങ്ങിച്ചവന്റെ അധികാരപത്രം കയ്യിലിരിക്കുക. അങ്ങനെ ഞാൻ സ്വതന്ത്രനായി അവിടെ നിൽക്കുകയാണ്. ഞാൻ അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ ഇതിനെ എതിർക്കല്ലെന്ന്. ഞങ്ങൾ പാലിച്ചു കഴിഞ്ഞു, ഞങ്ങൾ ന്യായപ്രമാണത്തിന് എതിരല്ലെന്ന്, ശബത്തിന് എതിരല്ലെന്നേ. ശബത്ത് പാലിച്ചവനോട് കൂടെയാണ് ഈ നിൽക്കുന്നത്. അപ്പൊ ശബത്തിന് സർവാധികാരിക്കൊപ്പം നിന്ന് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ശബത്തിലൂടെയാ പോകുന്നത്. നീ ഉദ്ദേശിച്ച ശബത്തല്ലെന്നേ ഉള്ളൂ. മനസ്സിലായി? കാളയും കരുതിയും നോക്കുന്ന കാര്യമൊന്നും അല്ലാത്ത അതിനപ്പുറത്തെ ഒരു നിലയിലേക്ക് ഞാൻ വളർന്നു എത്തിക്കഴിഞ്ഞത്. ശിശുപാലകനായ ന്യായപ്രമാണത്തെ വിട്ട് ഞാൻ ഹയർ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനപ്പുറത്തെ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. മനസ്സിലായല്ലോ? അതാണ് കാര്യം. അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അത് തന്നെ വിഷയം. ശരി, നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ ഒരു കാര്യം കാണുന്നു, ദൈവജനത്തിനൊരു ശബത്തെ. അപ്പൊ ഈ 24 hours എന്നുള്ള ഡേ ഏജ് തിയറി എന്ന് നമ്മൾ കേട്ടു. ഡേ ഏജ് തിയറി. അപ്പൊ ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എത്ര നാളെന്ന് പറയാൻ പറ്റില്ല. കാരണം സമയത്തിന്റെ പ്രശ്നമാണ്. ഈ സമയം എന്ന് പറയുന്നത് ഭൂമിയിലെ സമയക്രമത്തെ പറ്റിയല്ല ഉൽപ്പത്തിയിൽ പറയും. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം എന്ന് പറയുന്നത് കേവലമായൊരു ദിവസമല്ല. അങ്ങനെയെങ്കിൽ 7-ാം ദിവസത്തിലും അത് കാണണം. ആ പറയപ്പെട്ട സന്ധ്യയില്ല, ഉഷസ്സും ഇല്ല, 7-ാം ദിവസം എന്നും പറയും. അതൊരു സുദീർഘ പദ്ധതിയാണ്, ഒരു സുദീർഘ കാലഘട്ടമാണ്. ആ കാലഘട്ടങ്ങളിലൂടെ ആദാഹവമാർ കടന്നു പോയിട്ട് തന്നെ. ഇനി നമുക്ക് ഒന്നുകൂടെ പറഞ്ഞ് അതിനെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ഈ ആദമിന്റെ ഒരു ദിവസം നമുക്ക് സങ്കല്പിക്കാൻ വയ്യ, ഒരു വയസ്സ് സങ്കല്പിക്കാൻ വയ്യ. എൻ്റെ അടുത്ത് ഒരു നിരീശ്വരൻ, അയാളൊരു എക്സ് ക്രിസ്ത്യനാണ്. അയാള് വന്നിട്ട് ആദമിന് മനുഷ്യരാശിക്ക് 6000 വർഷമുള്ളൂ എന്ന് ബൈബിൾ പറയുന്നത് പൊട്ട തെറ്റാണെന്നൊക്കെയുള്ള ഒരു നിലയിലേക്ക് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഇത് 6000 എന്ന് പറഞ്ഞതും കണക്കല്ല, 4004 BC മനുഷ്യനുണ്ടായി എന്നും പറഞ്ഞ് ബിഷപ്പ് അഷർ എന്ന് പറഞ്ഞ കണക്കുണ്ട്. അഷർ എന്ന് പറഞ്ഞൊരു ബിഷപ്പിന്റെ കണക്കുണ്ട്. 4004 BC ഒരു ഒക്ടോബർ മാസം രാവിലെ 31-ാം തീയതി രാവിലെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നൊക്കെ പറഞ്ഞ് കണക്കൂട്ടി ഒരു ബിഷപ്പ് ഉണ്ടെന്ന്. ഈ കണക്ക് വെച്ചാണ് ഈ നിരീശ്വരന്മാര് സംസാരിക്കാൻ പറ്റും. ഈ കണക്ക് വിശ്വസിക്കാൻ നിങ്ങളുടെ ആര് പറഞ്ഞു? അപ്പൊ ഇതേ എന്നോട് പറഞ്ഞു, ഇത് ഞാൻ ബൈബിളിൽ കാണിക്കാം, ആദം 930 സംവത്സരം ജീവിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഞാൻ സമ്മതിച്ചു. ആദം ജീവിച്ചിരുന്നപ്പോ ആദമിന്റെ ഒരു വയസ്സ് എന്നാണെന്ന് പറഞ്ഞേ കേക്കട്ടെ. അന്നേരം അത് നിങ്ങളാ പറയണേ. ഞാൻ പറഞ്ഞ കണക്ക് കൊണ്ടുവന്ന ഞാനല്ലല്ലോ, ഇയാളാ കണക്ക് കൊണ്ടുവന്നു. ഇയാൾ കൊണ്ടുവന്ന കണക്ക് ഇയാൾ പൂരിപ്പിക്കുക. ഒരു വയസ്സെന്നുണ്ടായി ആദമിന്റെ 1-ാം വയസ്സ്. കുറഞ്ഞ പക്ഷെ ഏതെങ്കിലും ഒരു കാലത്തെ കാര്യം പറയാൻ പറഞ്ഞു. അന്നേരം പുള്ളി ആകെ വിഷമിക്കും. ആദമിന്റെ ഒരു വയസ്സ് എവിടുന്ന് കൂട്ടും? ആദമിന്റെ ഒരു വയസ്സ് കൂട്ടിക്ക് നമുക്കൊന്ന് കൂട്ടാം. ഒരു വയസ്സ് ആദമിനായതെന്നാണ്. 2 വയസ്സുള്ള ആദമിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കാണുമ്പോൾ ആദമിന് നമ്മുടെ ഒരു ഊഹക്കണക്ക് വെച്ച് പറഞ്ഞാൽ 25 വയസ്സ് 26 വയസ്സിലും പ്രായമുണ്ട്. അല്ലെ 30 വയസ്സിൽ താഴെ 25 വയസ്സിന് മുകളിൽ. അതാണല്ലോ ക്രൈസ്തവർ കല്യാണം കഴിക്കുന്ന ഏകദേശ പ്രായമായി പറഞ്ഞത്. കേരളത്തിലെ ക്രിസ്ത്യാനിയുടെ കല്യാണത്തിന്റെ ഏകദേശ പ്രായം 25-നും 30-നും ഇടയ്ക്ക്. ആ പ്രായത്തിൽ നമ്മൾ ആദമിനെ കണ്ടു, അവയെ കണ്ടു. ആ ഒരു കാലം. അപ്പൊ ഈ പ്രായത്തിനിടയ്ക്ക് നമ്മൾ പരിചയപ്പെട്ടെ 30 വയസ്സിൽ കൂടുതലില്ല. 1 വയസ്സ് ഞാൻ കണ്ടില്ല. 1 വയസ്സുള്ള ആദമിനെ നമ്മൾ കണ്ടില്ല. നമ്മൾ കാണുമ്പോൾ ആദമിന് 10-30 വയസ്സ്, യൗവനക്കാരനായ ഒരു ആദമിനെയാണ് കണ്ടത്. അപ്പൊ 1 വയസ്സ് എവിടെ നിന്ന് കൂട്ടും? അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, പാപം ചെയ്യാത്ത ആദമിന് പ്രായമില്ല, അല്ലെങ്കിൽ പാപരഹിത ജീവിതം നയിച്ചവന്
പ്രായമില്ലെന്ന്. ഒന്നുകൂടി പറഞ്ഞാൽ അവനെ ടൈം ബാധിക്കുന്നില്ല. നമ്മുടെ പ്രധാന പഠനം ഇന്ന് ടൈമിനെ പറ്റിയാണ്. ടൈം ബാധിക്കുന്നില്ല. എന്താണ് ടൈം എന്നുകൂടി പറയാം. സംഭവങ്ങൾ ഉണ്ടെങ്കിലേ ടൈം എന്ന പദത്തിന് അർത്ഥമുള്ളൂ. സംഭവം, ഭൂമി സൃഷ്ടിച്ചു, അപ്പൊ സംഭവമുണ്ട്. സംഭവങ്ങളെ വഹിക്കുന്നതാണ് ടൈം. ഇൻസിഡൻസുകൾ ഇല്ലെങ്കിൽ ടൈം എന്നൊരു സംഭവം ഇല്ല. ടൈം ഒരു സങ്കല്പം മാത്രമായി മാറും. ഒരു സങ്കല്പം. 1947 ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയെന്ന് പറയുമ്പോഴാണ് ടൈം ഉള്ളതെന്ന്. ഇന്ത്യക്ക് ആ ഫ്രീഡം സ്ട്രഗിൾ ഉണ്ടായി എന്ന് പറയുമ്പോഴാണ് ടൈം ഉള്ളത്. അല്ലെങ്കിൽ ടൈം ഇല്ല. എന്തിനാണ് ടൈം? ടൈമിനെ നമുക്ക് എവിടെയെങ്കിലും ക്രമപ്പെടുത്തണമെങ്കിൽ സംഭവങ്ങളിലൂടെ വിശദീകരിക്കാൻ പറ്റുള്ളൂ. സംഭവങ്ങൾ. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ആദമിലേക്ക് തന്നെ വരാം. ആദം എന്ന മനുഷ്യൻ നേരിട്ടൊരു പ്രശ്നമുണ്ട്. നീ മരിക്കും. പാവം ചെയ്തപ്പോൾ മരിക്കും. പാവം ചെയ്ത് മരിക്കണമെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും മരണത്തിലേക്ക് മനുഷ്യൻ പതുക്കെ പോവാണ്. ഇത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കുട്ടികള്, ഞാനൊരിക്കൽ ഇതിനെ പറ്റി ഒരു ക്ലാസ് എടുത്തു. ആരും പോയി ചെറുക്കൻ പിള്ളേരെല്ലാം കിടന്നുണ്ട്, അപ്പ എന്റെ ബർത്ത്ഡേ അറിയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. ഞാൻ ഒരു ദിവസം പറഞ്ഞു, കുഞ്ഞെ, ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മരണത്തോട് അല്പം കൂടെ അടുക്കുന്നു എന്ന് അതിന്റെ അർത്ഥം. നമ്മളിപ്പം കൂടെ വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്നു. നമ്മുടെ നല്ല കാലം കുറെ പുറകിലോട്ട് പോകുന്നു. നീ കുഞ്ഞല്ലാതായി മാറും, നീ യുവാവാകുന്നു, ഒടുക്കം നീ വൃദ്ധനാകും. ഓരോ ബർത്ത്ഡേയും ആഘോഷിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഞാൻ മരണത്തോട് കുറെ കൂടെ അടുത്തു എന്നാണ്. അതോടെ പയ്യൻ പറഞ്ഞു, മേലാലടി അത് ഇവിടെ ആഘോഷിക്കണ്ടാന്ന്. മനസ്സിലായില്ലേ? ഇനി ആ സെലിബ്രേഷനെ ഇവിടെ വേണ്ടെന്നോ? മനസ്സിലായോ? അങ്ങനെ ചില ഗുണങ്ങളൊക്കെ എന്നെ കൊണ്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ മരണത്തോടടുക്കുക, ഓരോ പേരുടെയും ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ മരണത്തോട് കുറെ കൂടെ അടുത്ത് വരുന്നു. ഈ ഓർമ്മപ്പെടുത്തല ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ പാവം ചെയ്ത നാൾ മുതൽ നീ മരിക്കുമെന്ന് പറയുമ്പോൾ പിന്നെ ആദാമിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷനെ എത്തിച്ചേരേണ്ട അവസാന സമയം എന്താ? മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് എത്തിച്ചേരും. അതിനെന്ത് ചെയ്യുന്നു? പ്രായമാകുന്നു, കണ്ണു കൊഴിയുന്നു, കൗളൊട്ടുന്നു, തല മുടി കൊഴിയുന്നു, നമ്മുടെ നിറം കുറയുന്നു, നമ്മുടെ ഓർമ്മ കുറയുന്നു, കുറഞ്ഞു. അത് വേറൊരു സംഭവം കൂടിയാ. ഭൂമിയാണ്, ഭൂമിയുടെ ആ പവറാണ് നമ്മൾ മനസ്സിലാക്കിയില്ലേ വലിയൊരു പവർ. ഗ്രാവിറ്റി, ഇങ്ങോട്ട് ആകർഷിക്കുന്ന സാധനമാണ് ഗ്രാവിറ്റി. ഭൂമി നമ്മളെ അങ്ങോട്ട് ആകർഷിക്കുന്നു, നമ്മളതിന് വിപരീതം വളരുന്നു. അതിനാ കൈകാലുകൾക്കൊക്കെ വേദന വരുന്ന മനുഷ്യൻ. കൈകാലുകൾക്ക് വേദന. അതിങ്ങനെ മുകളിലോട്ട് നമ്മൾ വളരുന്നു, താഴോട്ട് നമ്മളെ പിടിക്കുന്നു. കുറെ കഴിഞ്ഞ് ഭൂമി മടുത്തു, നമ്മൾ അതിനെതിരെയായി വളരുന്നത്. അതാണ് ഈ കുട്ടികളൊക്കെ ചെറിയ പ്രായത്തില് നന്നായി കിടന്ന് കരയും. എന്തിനാ കരയുന്ന? കാലിന് വേദനയാ. നമ്മൾ വിശ്വാസികൾ ഓർക്കും എന്തോ പോരാട്ടമാണ്, ഇവന് വലിയൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ അവരെ ഓർക്കാത്തതുകൊണ്ടാണ്. ഓർമ്മ പറയാൻ നമ്മൾ ഇതുപോലെ കാലിന് വേദന എടുത്ത കാരണം ഭൂമി അങ്ങോട്ട് വലിച്ചു, നമ്മൾ ഇങ്ങോട്ട് വലിച്ചപ്പോൾ ഭൂമിയോട് കിട പിടിച്ചപ്പോൾ ഉണ്ടായ ഈ അസ്ഥികളൊക്കെ ഇങ്ങനെ പിടിച്ചു വലിഞ്ഞു വരുന്നില്ല. അതിലുണ്ടായ വേദനയാണ്. ചില ആളുകൾ ഈ ചെറുക്കൻ കരയുമ്പം ഇവനെ പിടിച്ച് സുവിശേഷ പോലേക്ക് അങ്ങ് സമർപ്പിക്കും. ചെയ്യരുത്. ചെറിയ മരുന്ന് കൊടുത്ത് കിടത്തണം. മനസ്സിലായി? ഇവനായി ശല്യം ഉണ്ടാക്കുന്നു. പിന്നെ അവനാ വിളി ഉണ്ടാകാനുള്ള തെളിവല്ല ഈ വേദന. അത് പോട്ടെ, ഒരു ചെറിയ ഗുളിയെ തീരേണ്ട കാര്യം ഞങ്ങൾ ഇവനെ വിട്ട് പഠിപ്പിക്കൊന്നും വേണ്ട. സെമിനാരി വിളിയുണ്ടാവും പോട്ടെ. അപ്പം ഇങ്ങനെ വരിക. അവസാനം ഭൂമി ജയിക്കുന്ന ഒരു ദിവസമുണ്ട്. ഭൂമി അവസാനം ജയിക്കുന്ന എപ്പോഴാന്ന് അറിയണ്ടേ? ഗ്രാവിറ്റി കൂടുതലുള്ള ഒരു സ്ഥലത്തേക്ക് ഭൂമി നമ്മൾ ക്ഷണിക്കും. അതിന്റെ പേരാണ് ഗ്രേവ് എന്നാ അതിന് പറയുക. ഗ്രാവിറ്റി കൂടുതലുള്ള സ്ഥലമാണ് ഗ്രേവ്, ശവക്കുഴി. അതിലേക്ക് നമ്മൾ പോകും. അവ ജയിച്ചു ഭൂമി. ഇതിനാണ് പ്രായം എന്ന് പറയുന്നത്. ഗ്രേവിലേക്കുള്ള എന്റെ യാത്രയാണ് പ്രായം എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, വാസ്തവത്തില് പാപം ചെയ്യാത്തവന് മരണമില്ല, മരണമില്ലാത്തവന് അതുകൊണ്ട് തന്നെ പ്രായമില്ല. പ്രായത്തിലേക്ക് സഞ്ചരിക്കേണ്ട, ഒരുപോലെ ഇരിക്കുക. നിത്യതയിൽ ഇങ്ങനെയാണ്. സ്ത്രീയും പുരുഷനും ഇല്ലാത്ത ദൂതുല്യരായി തീരുന്ന അവസ്ഥയാണ് നമ്മുടെ നിത്യത. ഇതായിരുന്നു ആദം പണ്ട്. അത് മനോഹരമായൊരു ദിവസമാണ്. ഗതിഭേദങ്ങളുടെ ആച്ഛാദനമില്ലാത്ത ദൈവത്തിന്റെ മക്കള് ഏതാണ്ട് അതുപോലെ നമ്മളും ദൈവത്തെ പോലെ ആയിരുന്നു. സൃഷ്ടിച്ച നാളിൽ മുതൽ തുടക്കമുണ്ട്, ഒടുക്കമില്ല. ഇതായിരുന്നു. പക്ഷേ എന്നവൻ പാപം ചെയ്തോ അന്നു മുതൽ അവൻ മരണത്തെ കാത്തിരിക്കൊണ്ട് ഓരോ ദിവസങ്ങൾ അവനെ പിന്നിട്ടു. അന്നാണ് അവന്റെ ഒരു വയസ്സ് കണക്കുകൂട്ടാൻ പറ്റുന്നത്. ചുരുക്കത്തിൽ ഉൽപ്പത്തിയിലെ 1 കാലക്രമം എന്ന് പറയുന്നത് വിശാലമായ ഒരു സങ്കല്പമാണ്. അതിനെ അക്ഷരാർത്ഥത്തിലെ 24 മണിക്കൂറുകളാക്കി ചുരുക്കി പഠിക്കാൻ പാടില്ല. അത് മാനുഷികമായ കണക്കുകൾക്കപ്പുറത്ത് പ്രപഞ്ച ദിവസങ്ങളാണ്. പ്രപഞ്ചത്തിന്റെയും ദിവസത്തെ ദൈവിക പദ്ധതിയിലൂടെ കണ്ട് വിശരിക്കുന്ന ഭാഗമാണ്. അപ്പോ സൃഷ്ടിയിൽ ഏറ്റവും പ്രധാനം ആ ദിവസത്തെക്കുറിച്ചുള്ള ഒരു അറിവാണ്, ആ കാലത്തെക്കുറിച്ചുള്ള അറിവാണ്. ആ അറിവ് കർത്താവ് ഒരിക്കൽ പറയാണ്, വചനം പറയാണ്, ഇനി കാലമുണ്ടാകയില്ല. വെളിപ്പാട് 10 പറയാണ്, ഇനി കാലമുണ്ടാകയില്ല. ഒരു ദൂതൻ കടലിലും കരയിലും കാല് വെച്ചുകൊണ്ട് സിംഹം അലറുന്ന പോലെ അത്യുച്ചനാദത്തിൽ അലറി വിളിച്ചു പറയുകയാണ്, ഇനി കാലമുണ്ടാകയില്ല. ആ ഒരു കാലത്തിലേക്ക്, ഒരു ടൈംലെസ് പാസ്റ്റിൽ നിന്ന് ഒരു ടൈംലെസ് ഫ്യൂച്ചറിലേക്കാണ് മനുഷ്യന്റെ യാത്ര, നമ്മുടെ യാത്ര, വിശ്വാസിയുടെ യാത്ര. ആ യാത്ര കരഗതമാക്കാൻ സർവശക്തൻ നമുക്ക് അനുഗ്രഹവും കൃപയും ഒക്കെ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്ന് ഉപസംഹരിക്കാം. അവിടെ നമ്മളെ സഹായിക്കട്ടെ.